അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെയാണ് ഈ പുസ്തകത്തിന്റെ മഹിമ. 66 പുസ്തകം ദൈവത്തിന്റെ മകത്വം. ഡോക്ടർമാരെ കൊണ്ട് എഴുതിപ്പിച്ചു, രാജാക്കന്മാരെ കൊണ്ട് എഴുതിപ്പിച്ചു, മീൻ പിടിക്കുന്നവരെ കൊണ്ട് എഴുതിപ്പിച്ചു, ഇടയന്മാരെ കൊണ്ട് എഴുതിപ്പിച്ചു, കാട്ടത്തിപ്പഴം വെറുക്കുന്നവരെ കൊണ്ട് എഴുതിപ്പിച്ചു, സാധാരണക്കാരെ കൊണ്ട് എഴുതിപ്പിച്ചു, വിദ്യാഭ്യാസം ഉള്ളവനെ കൊണ്ട് എഴുതിപ്പിച്ചു, ഇല്ലാത്തവനെ കൊണ്ടും. ദൈവത്തിന് എല്ലാവരെയും ആവശ്യമാണ്, എല്ലാവരെയും ദൈവത്തിന് ആവശ്യമാണ്. അങ്ങനെ ഈ പുസ്തകം 66 പുസ്തകം ഓടിച്ചു പറയാം. അതിലെ പഴയ നിയമ പുസ്തകം 39, പുതിയ നിയമ പുസ്തകം 27, 40 എഴുത്തുകാർ. അത് പഴയ നിയമത്തിലെ 39 പുസ്തകം 32 എഴുത്തുകാരാണ് എഴുതി തീർത്തത്. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 എഴുത്തുകാരാ, 8 പേര്. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് പറയാം. ആ 8 പേര് 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. ഞാനിതിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോഴും ഇതെടുത്തോണ്ട് ചിലർ നടക്കുന്നതേ ഉള്ളു, കാര്യം അറിയത്തില്ല. ഈ നോട്ടം കാണുമ്പോൾ അറിയാം ചിലരുടെ. ഇതെടുത്തോണ്ട് ഇങ്ങനെ ഞായറാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, തുറക്കുന്നുണ്ട് എടുക്കുന്നുണ്ടെങ്കിലും ചിലർക്ക് ഇത് വലിയ തിട്ടമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ സെക്ഷൻ്റെ കൺവെൻഷനിൽ മറ്റ് വിടുതൽ നടന്നില്ലെങ്കിലും ഏകദേശം ഒരു ധാരണയോടെ തിരിച്ചു പോകാം. ഈ കയ്യിലിരിക്കുന്ന പുസ്തകം എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള 27 പുസ്തകം 8 എഴുത്തുകാരെഴുതി. ആ 8 പേര് ഓർപ്പിച്ചുള്ള 4 പേര് അപ്പോസ്തലന്മാർ, 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാർ 4 പേര് മത്തായി, പത്രോസ്, യോഹന്നാൻ, പൗലോസ്. 4 പേര് അപ്പോസ്തലന്മാരല്ല. അത് യാക്കോബ്, യൂദ, മർക്കോസ്, ലൂക്കോസ്. 4 പേര്. അങ്ങനെ 4, 4, 8. അതിൽ 2 പേര് 2 അപ്പോസ്തലന്മാരുടെ കൂടെ സഞ്ചരിച്ചവരാ. ഒന്ന് മർക്കോസും 2 ലൂക്കോസും. മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും സന്തത സഹചാരികളായി ശുശ്രൂഷ ചെയ്തവരാ. അങ്ങനെ തന്നെ പഠിക്കുമ്പോൾ ഈ പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ കൂടുതൽ പുസ്തകം എഴുതിയത് പൗലോസ അല്ല. പുതിയ നിയമത്തിലെ അല്ലല്ലോ, വേദപുസ്തകത്തിലെ തന്നെ കൂടുതൽ പുസ്തകം എഴുതിയത് പൗലോസ. ദൈവത്തിന്റെ മഹത്വം. എന്നാൽ ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ പുസ്തകമായിട്ടൊന്ന് പഠിച്ചാൽ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയത് ദാവീദാ. 180 സങ്കീർത്തനത്തിൽ ഏതാണ്ട് 50 സങ്കീർത്തനവും ദാവീദ് എഴുതിയതെന്ന തെളിവുകളും ചരിത്രവും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ 2ാം സ്ഥാനത്ത് എഴുതി തീർത്തയാളാണ് യോഹന്നാൻ അപ്പോസ്തലൻ. ദൈവത്തിന്റെ മഹത്വം. 5 പുസ്തകം യോഹന്നാൻ എഴുതി. 1 ഒരു സുവിശേഷ പുസ്തകം, 2 3 ലേഖനങ്ങൾ നമുക്ക് തന്നു, 1 വെളിപ്പാട് പുസ്തകം. അങ്ങനെ 3ഉം 2ഉം 5 പുസ്തകം യോഹന്നാൻ എഴുതി. അത് പഴയ നിയമത്തിലെ 5 പുസ്തകം എഴുതിയ മോശയോട് കിടപിടിക്കുന്ന ഭാഗങ്ങളാണ്. മോശ പഞ്ചഗ്രന്ഥം എഴുതി, ഇദ്ദേഹം പുതിയ നിയമത്തിൽ 5 പുസ്തകം എഴുതിയെന്ന. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ തന്നെ ഈ എഴുത്തിനൊക്കെ വിശേഷതകളുണ്ട്, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ ആദ്യത്തെ 5 പുസ്തകം, ഞാൻ അങ്ങനെ പറയുന്നത്, 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. 5 പുസ്തകം ചരിത്ര പുസ്തകമാണ്. പിന്നീട് ലേഖന പുസ്തകങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. അത് മുഴുവൻ ഉപദേശമാണ്. ഒടുവിൽ മറ നീക്കി വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയാണല്ലോ 27 പുസ്തകം. അതിലാദ്യത്തെ 5 പുസ്തകം ആ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. എന്തോ ചരിത്രം, അത് 2ആയിട്ട് തരംതിരിച്ച് നമ്മൾ പഠിക്കും. ആദ്യത്തെ 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. ആദ്യത്തെ 4 പുസ്തകം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, യേശു ക്രിസ്തുവിന്റെ ചരിത്രം. അല്ല, ഒരു കാര്യം കൂടെ പറയാ, ഏറ്റവും നല്ല ചരിത്രം അത് യേശുവിൻ്റെതാ. കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം യേശുവിൻ്റെയാ. കേട്ടിരിക്കാൻ പറ്റാവുന്ന ചരിത്രം യേശുവിൻ്റെയാ. കേട്ടാ വല്ലോ നടക്കുന്ന ചരിത്രവും യേശുവിൻ്റെയാ. നമ്മുടെ ചരിത്രം ഒന്നും പറയാതിരിക്കുന്നതാ. പിന്നെ അതാണ് അത്. അധികം നമ്മുടെ ചരിത്രം ഒന്നും ഒറ്റ വാക്ക് വല്ലതും പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. കണ്ടമാനം പറയരുത്, അന്യോന്യവും പറയരുത്. അതാണ് നല്ലത്. ഒറ്റ വാക്കി പറയണം. പണ്ട് എനിക്ക് വിവരമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്, ശരിയുമാണ്. അപ്പം അത് സത്യമായ കാര്യമാണ്. വിവരദോഷിയാകുന്ന എന്നെയും ദൈവം ഇങ്ങനെ നടത്തുന്നു. അപ്പോൾ ചിലർ പറയുന്നത് അങ്ങനെ. അതുകൊണ്ട് വിവരമില്ലല്ലോ, അതുകൊണ്ടൊരു കാര്യം പറയാം. പണ്ട് ഒരു യോഗത്തിന് എന്ന് ഇരിക്കുക, ഞാൻ സദസ്സിലായിരിക്കുന്നത്. അപ്പോൾ പ്രസംഗിച്ച ആൾ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബം ഏതാണെന്ന് അറിയാമോ? എൻ്റെ ഫാമിലി, ഞങ്ങളെ അരിസ്റ്റോക്രാറ്റ് ഫാമിലി, അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തിരുന്ന പുള്ളി പറഞ്ഞു, അവൻ്റെ കുടുംബചരിത്രം ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, അവൻ്റെ അമ്മയുടെ അനിയത്തി 3 പേരുടെ കൂടെ ഓടിയതാണ്. അടുത്തിരുന്ന് പറയാം, ഞാൻ കേൾക്കാത്ത ഭാവത്തിയിരുന്നു. മനസ്സിലായി കാണും. അല്ല, ഉദാഹരണമാണ്. നമ്മുടെ ചരിത്രങ്ങളൊന്നും അധികം പറയണ്ട. നമ്മുടെ കുടുംബ പുരാണവും കുടുംബ ചരിത്രവും, ആമൻ ശുശ്രൂഷയുടെ വലിയ ചരിത്രവും, ആമൻ സഭയുടെ ചരിത്രവും, ആമൻ ഡിസ്ട്രിക്റ്റിൻ്റെ ചരിത്രവും, സെൻറ്ററിൻ്റെ ചരിത്രവും, സ്ഥാപകൻ്റെ ചരിത്രവും, ഇതൊന്നും അധികം വിളം വേണ്ട. കേട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രം യേശുവിൻ്റെ ചരിത്രമാണ്.
ഊനമില്ലാത്ത ചരിത്രം, അപാകതയില്ലാത്ത ചരിത്രം, പാളിച്ചയില്ലാത്ത ചരിത്രം, നല്ല ചരിത്രം. അത് നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. ഞങ്ങളുടെ ഒരു അച്ചായൻ്റെ പിതാവ് മരിച്ചു. അവര് TPM അപ്പോൾ ഞാനും പോയപ്പോൾ പൗലോസ് പാസ്റ്റർക്ക് അറിയാം. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം അവർക്ക് സാക്ഷിയോഗത്തിന് സമയം കൊടുക്കും, സാക്ഷിയോഗം. അപ്പോൾ ഓരോരുത്തർ വന്ന് സാക്ഷി പറയുക. അപ്പോൾ ഈ അച്ചായൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, ഞാൻ ഈ അപ്പച്ചൻ്റെ ഇത്രാമത്തെ മകനാണ്. ഞാൻ ചരിത്രങ്ങളൊന്നും പറയുന്നില്ല, എല്ലാ ചരിത്രവും എല്ലാവരുടെയും ചരിത്രവും എല്ലാവർക്കും അറിയാമല്ലോ. നിർത്തി. അല്ല, അതാണ് നല്ലത്. അതുകൊണ്ട് നമ്മുടെ ചരിത്രങ്ങള് അധികം പറയുന്നതിലും വിളമ്പുന്നതിലും നല്ലത് യേശു ക്രിസ്തുവിന്റെ ചരിത്രം. കേൾക്കാൻ കൊള്ളാമെന്ന ചരിത്രം, നല്ല ചരിത്രം, ഇമ്പമേറിയ ചരിത്രം, കേട്ടിരിക്കുന്ന ചരിത്രം, ഊനമില്ലാത്ത ചരിത്രം, അപാകതയില്ലാത്ത ചരിത്രം, കേട്ടാൽ വിടുതലുകൾ നടക്കുന്ന ചരിത്രം, അതാ യേശുവിന്റെ ചരിത്രം. ഭൂതങ്ങൾ വിട്ടുമാറുന്ന ചരിത്രം, രോഗികൾ സൗഖ്യമാകുന്ന ചരിത്രം, മുടന്തരെ തുള്ളിച്ചാടുന്ന ചരിത്രം, ചെകിടർക്ക് കേൾവി കൊടുക്കുന്ന ചരിത്രം, ഊമരെ സംസാരിപ്പിക്കുന്ന ചരിത്രം, മരിച്ചവനെ ഉയർപ്പിക്കുന്ന ചരിത്രം. ഇന്ന് രാത്രി ആ ചരിത്രമാണ് ഇവിടെ ഇന്ന് മുതൽ മുടങ്ങുന്നത്. യേശു ക്രിസ്തുവിന്റെ ചരിത്രം. അല്ല, അവിടെ നിന്നാ നല്ല ചരിത്രം. ഞാനും നിങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചരിത്രം ആരെങ്കിലും എഴുതുന്നുണ്ടല്ലോ, എഴുതിയാൽ ഒത്ത. ചിലരൊക്കെ ചരിത്രം എഴുതും, ജീവചരിത്രം. അതൊന്നും ശരിയല്ല. ജീവിതത്തിലെ കുറെ കാര്യങ്ങൾ എഴുതിയെന്നല്ലാതെ ചരിത്രം ഇതുവല്ലോ ആണോ? രണ്ടുപേര് തമ്മിൽ അടി ഉണ്ടാക്കി, ഉടക്കുണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, അത് വല്ലോ എഴുതുമോ ഇതിനകത്ത്? എഴുതിയാലും സാറൊക്കെ നന്നായിട്ട് എടുത്ത് പരിശോധിക്കുന്ന ആളാ. അവർക്കൊക്കെ നന്നായിട്ട് എഴുതിയാലും അങ്ങനെയുള്ള രംഗം വരുമ്പോൾ പറഞ്ഞത്, അങ്ങനെ ഇരിക്കുമ്പോൾ ചില അപസ്വരങ്ങൾ ഉണ്ടായി, വിസ്താര ഭയത്താൽ വിട്ടുകളയുന്നെന്ന്. വിസ്തരിച്ച പിന്നെ കൂട്ടയടി ഉണ്ടാകും. അതാ ഞാൻ പറഞ്ഞ, നമ്മുടെ ചരിത്രം ഒന്നും പറയണ്ട, നല്ല ചരിത്രം യേശുവിന്റെ ചരിത്രമാണ്. അതെന്താ? അയ്യോ, ഞാനും നിങ്ങളും ജനിച്ചു കഴിഞ്ഞാൽ ചരിത്രം പറയുകയും ചരിത്രം എഴുതുന്നത്. യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുന്നേ ചരിത്രം വെച്ചിരിക്കുക. എന്തുവാ അവിടുന്ന് ജനിച്ചത്? കൊരിന്ത്യലേഖനം 15 വായിക്കുന്നത് തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവൻ സ്വന്തം മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും. ഒന്ന് കേറ്റി പറഞ്ഞാൽ തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വന്നതും ഇവിടെ ജീവിച്ചതും ഇവിടെ കഷ്ടം സഹിച്ചതും ഇവിടെ മരിച്ചതും ഇവിടെ അടക്കപ്പെട്ടതും ഉയർത്തപ്പെട്ടതും ജനിക്കുന്നതിന് മുമ്പേ ചരിത്രം എഴുതി വെച്ചിരിക്കുക. അറിവുള്ള വാക്യം വായിച്ചോ. ജനിക്കുന്നതിന് 700 കൊല്ലം മുമ്പ് എഴുതിയ ചരിത്രം വായിച്ചോ. 7:14, 7:14, 9:6, 5:2 ഏതൊക്കെയാണെന്നായിരിക്കും. യെശയ്യാ പ്രവചനം 7:14, യെശയ്യാവ് 9:6, മീഖാ പ്രവചനം 5:2. ചടികടാന്ന് രണ്ടുപേരും അടുത്തിരിക്കുകയോ വായിക്കും. പെട്ടെന്ന് വായിക്കും, പെട്ടെന്ന്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവിയെ സംബന്ധിക്കുന്ന പ്രവചന ദൂത് ക്രിസ്തുവേശു ജനിക്കുന്നതിന് മുമ്പേ ഈ ചരിത്രം എഴുതി വച്ചിരിക്കുക. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ ജനിക്കുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് എഴുതി വെച്ച ചരിത്രമാ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇനി അമ്മേ ആ സഹോദരി 9:6 വായിച്ചോ. 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. അല്ലല്ല, യേശു ദൈവമല്ലെന്ന് പറയുന്ന ഊളന്മാരുണ്ട്. അവർക്ക് ഈ വാക്യം നല്ലതാ. യേശു ദൈവമല്ലെന്ന് പറയുന്ന വിഡ്ഢികൾ ഉണ്ട്. എന്തിനാ ഒത്തിരി പറയുന്നത്? ഒന്ന് മതിയല്ലോ. സ്തോത്രം. അവിടുന്ന് നിത്യപിതാവാ, സത്യ ദൈവമാ. ഒന്നുകൂടെ വാക്യം വായിച്ചേ സഹോദരി. നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും, ആധിപത്യം അവിടുത്തെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, അവിടുന്ന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ നിങ്ങൾ സാധിക്കുന്ന യേശു ക്രിസ്തു
പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. തോമാസ് പറയുക, എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവേ. യേശു ക്രിസ്തു ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവിക്കുന്ന ദൈവം. യേശു ക്രിസ്തു മാത്രം ദൈവം. ജനിക്കുന്നതിന് എത്രയോ കൊല്ലം മുമ്പായിരുന്നു വെച്ചത്. തീർന്നില്ല, ഒത്തിരി ഉണ്ട്. എല്ലാം അധികം പറയാൻ നേരമില്ല. എവിടെ ജനിക്കുമെന്നും എഴുതിയല്ലോ, 5:2 വായിച്ചോ മീക. ഇതെല്ലാം അറിവുള്ള വാക്യമാണ്. സ്തോത്രം. അറിവുള്ളതായതുകൊണ്ട് ചിലർ വേറെ പുസ്തകം പോലും തുറക്കുന്നില്ല. എനിക്കിഷ്ടമാണ്, കാരണം നല്ല തിട്ടമാണ്. ഇനിയും തുറക്കുകയും വേണ്ട. സഹോദരി വായി 5:2. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ജനിക്കുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് എഴുതി വെച്ചിരിക്കുക. അതാ നല്ല ചരിത്രം യേശുവിന്റെയാണ്. നമ്മൾ വല്ലതും ജനിച്ചപ്പോ എഴുതി വെച്ചോ, ഇന്നടുത്ത് എനിക്ക് എവിടെ പാസ്റ്റർ വീട് കരുനാപ്പള്ളി എനിക്ക് വന്ന് നേരത്തെ വല്ലതും എഴുതി വെച്ചോ? ഓ, നല്ല ശേലായി. സ്തോത്രം. എന്നാൽ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ എഴുതി വച്ചിരിക്കുക, ഇന്നടുത്ത് ജനിക്കുമെന്ന്. ബേത്ലഹേമിൽ നീയോ ബേത്ലഹേം എഫ്രാത്ത്. എനിക്കതൊക്കെ നന്നായിട്ട് പ്രസംഗിച്ചാൽ കൊള്ളാന്നുണ്ട്. ബേത്ലഹേം എഫ്രാത്തിൽ യേശു ജനിക്കുമെന്ന്. അതന്നെ, അതിനും കാര്യമുണ്ട്. 35:18 മുതലൊന്ന് വായിച്ച ഉൽപ്പത്തി അറിയാമല്ലോ. 16 മുതൽ വായിച്ചു. അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു എഫ്രാത്തിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ കഠിനവേദന ഉണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സൂത്രമണി അവളോട് ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞ അടുത്തത്. എന്നാൽ അവൾ മരിച്ചുപോയി. അതാ ഞാൻ വിവരിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. യാക്കോബും കുടുംബം എല്ലാം കൂടെ ബേഥേലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എഫ്രാത്തിലെത്താൻ അല്പദൂരം ഉള്ളപ്പോൾ റാഹേൽ വഴിയരികി വെച്ച് മരിക്കുക. അവിടെ വെച്ച് പ്രസവിച്ചു. കഠിനവേദന. അതിനെപ്പറ്റി വേറെ പഠിതാക്കൾ പറഞ്ഞത് രക്തം പോയിക്കൊണ്ടിരിക്കുക. കഠിനവേദന, ജീവൻ പോകുന്നു. അങ്ങനൊരു പദമുണ്ട്. ജീവൻ രക്തത്തിലാണല്ലോ. രക്തം പോയിക്കൊണ്ടിരിക്കുക. കാരണമുണ്ട്. അപ്പൻ പണ്ട് വന്ന് കൂടാരം പരിശോധിച്ചു പറഞ്ഞു, ആമൻ സ്തോത്രം, എനിക്ക് എഴുന്നേക്കാൻ പാടില്ല. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞു, ആ വിഷയത്തിൽ ദൈവം പിടിച്ചു. എൻ്റെ സഹോദരന്മാരെ, ദൈവ കുഞ്ഞുങ്ങളെ, ആമൻ പെടലി പോകുന്ന കേസ് വന്നാലും കള്ളം പറയരുത്. സ്തോത്രം. ആരോടാ ഇത് പറയുന്നത്? അല്ല, ഇത് പറയാതിരിക്കാനും ഒക്കത്തില്ലല്ലോ. സത്യം വിൽക്കുകയല്ല, സത്യം വാങ്ങണമെന്നാ പുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഇവൾ അപ്പനോട് കള്ളം പറഞ്ഞു. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞു, ഏ വിഷയത്തിൽ ദൈവം പിടികൂടി. ജീവൻ പോകുക, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവള് പേരിട്ട് ബെനോനി, കണ്ണുനീരിന്റെ വേദനയുടെ ദുഃഖത്തിന്റെ പുത്രൻ. അപ്പനവന് ബെന്യാമീൻ, വലങ്കയുടെ പുത്രൻ എന്ന് പേരിട്ടു. ഇവളവിടെ മരിക്കുക, അടക്കുക, വഴിയരികെ. ചുരുക്കി പറഞ്ഞാൽ കണ്ണുനീരും വേദനയും മുറവിളിയും, ആമൻ സ്തോത്രം, കല്ലറകളുമുള്ള സ്ഥലമാ എഫ്രാത്ത്. അതുകൊണ്ടാണ് അവിടെ ക്രിസ്തു ജനിച്ചത്. എന്തിനാണെന്നറിയാമോ? നിന്റെ കണ്ണുനീര് മാറ്റുവാൻ, നിന്റെ മുറവിളി മാറ്റുവാൻ, നിന്റെ വേദന മാറ്റുവാൻ, നിന്റെ സകല കെടുമതികളും മാറ്റുവാൻ. ആമൻ സ്തോത്രം, യേശു ക്രിസ്തു ഇവിടേക്ക് പൂജാതനായി. അപ്പോൾ ഏറ്റവും നല്ല ചരിത്രം ഞാൻ വിവരിക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയെ പറ്റി ഒത്തിരി പറയാനുണ്ട്. ദൈവത്തിന്റെ മഹത്വം. യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ് നല്ല ചരിത്രം. അതാണ് ആദ്യത്തെ 4 പുസ്തകം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആദ്യത്തെ 4 പുസ്തകം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശു ക്രിസ്തുവിന്റെ ചരിത്രം. പിന്നെ 5-ാമത്തെ ചരിത്ര പുസ്തകം അപ്പോസ്തല പ്രവൃത്തിയാണ്. അതെന്താന്ന് ചോദിച്ചാൽ ആദിമ സഭയുടെ ചരിത്രമാണ്. ആദിമ സഭയുടെ ചരിത്രം. ഈ സഭ ഏതാന്നൊക്കെ തർക്കമാണ്. കത്തോലിക്കർ പറയുന്നത് ആദ്യത്തെ സഭ ഞങ്ങളുടേതാണ്. അപ്പോൾ യാക്കോബ ഓർത്തഡോക്സുകാർ പറഞ്ഞ അവരുടെ ഒന്നുമല്ല, പാരമ്പര്യം ഞങ്ങൾക്ക് അന്ത്യോക്യയുടെ സിംഹാസനം. അവിടെ വെച്ചാണല്ലോ ക്രിസ്ത്യാനി എന്ന് പേരുണ്ടായത്. അവിടെ വെച്ചായിരുന്നു സിംഹാസനം. പുസ്തകം പഠിച്ചാൽ ഇതുങ്ങൾക്ക് കൊരണ്ടി പോലും ഇല്ലായിരുന്നു. എന്നാരാ സിംഹാസനം?
ഒരു വാക്യം വായിച്ചോ, 4:10 മുതൽ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 4:10. അന്നേരം യവന്മാര് പറയാ അവിടെ കസാര ഉണ്ടായിരുന്ന സിംഹ ഒരു സ്റ്റൂള് പോലും ഇല്ലായിരുന്നു. വായിച്ചേ 4:10. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ഞങ്ങളെന്ന അപ്പോസ്തലന്മാരുടെ കാര്യമാണ് എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാർ വന്ന് സാരാ ഞങ്ങൾ ബഹുവചനം. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാ. അപ്പൊ പിന്നെ എങ്ങനെ അന്ത്യോക്യ സിംഹാസനം വരുന്നേ? ഈ ബടലത്തരം പറയുന്നതിന് അതിര് വേണ്ടേ? അല്ലെ, ഇതിപ്പോ ഞാൻ പറഞ്ഞാലും ഒക്കുള്ളൂ. എനിക്ക് വിവരമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇത് പറയാൻ പാസ്റ്റർക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഒന്നും ഒക്കത്തില്ല. മകൻ പറഞ്ഞ ഈ സെക്ഷനിൽ നിന്ന് ആദ്യം എതിർക്കും, പിന്നല്ലേ വേറെ സ്ഥലത്തോട്ട് പോകുന്നേ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും, അടുത്ത പദമാ, സ്ഥിരവാസം കൂടാതെ. അപ്പൊ ചിലര് പറയുന്നത് ശരിയായ സഭ കത്തോലിക്ക സഭ, തിരുസഭ. അപ്പൊ മറ്റൊരു അതൊന്നും അല്ലത് പിന്നെ ഉണ്ടായത് ഓർത്തഡോക്സ് ഞങ്ങളാണ്. യാക്കോബ 2 പക്ഷം ഒന്നും വിവരിക്കുന്നില്ല. അപ്പൊ കേരളത്തിൽ കൊണ്ട് ഞങ്ങൾ മാർത്തോമക്കാരാ ഒറിജിനൽ നിന്ന്. AD 52 തോമാച്ചൻ വന്ന് 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കിയെന്ന് പറയുന്ന കള്ളി, കാളികാവ്, ശങ്കരപുരി, പകലോമറ്റ്, ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. ദൈവത്തിന്റെ മഹത്വം ഒക്കുന്നുണ്ടോ? അത്ര പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവര് പറയുന്നത് 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കി അതിന്റെ പിന്തുടർച്ചക്കാരാ ഞങ്ങളെന്ന് മാർത്തോമ. അപ്പൊ ഇവരെ കടത്തി വെട്ടിക്കൊണ്ട് വേറൊരു വകുപ്പുകാരുണ്ട്. അത് ഇവിടെ അധികമില്ല, കറ്റാനം കായംകുളത്തൊന്നുമില്ല. അങ്ങോട്ടുണ്ട് തിരുവല്ല, റാന്നി, ചിങ്ങവനം, കോട്ടയം സൈഡ്, ഉടവൂരൊക്കെ ധാരാളം. പിന്നെ കല്ലിശ്ശേരി അറിയാമല്ലോ, ജ്ഞാനായക്കാര്. അവര് പറയുന്നത് 345 വന്നെന്ന. ജ്ഞായിത്തൊമ്മൻ നമ്മളതായിരുന്നു നേരത്തെ അല്ല, എന്നാലും തിട്ടമുണ്ടല്ലോ. അപ്പം അവര് പറയുന്നത് ഞങ്ങള് സിറിയയിലെ ഉറഹായിൽ നിന്ന് എഡേസാ തുറമുഖത്ത് നിന്ന് 72 കുടുംബം കപ്പല് വന്നെന്ന. കല്യാണത്തിനൊക്കെ ഒരു പാട്ട് പാടും. ഒത്തുതീരിച്ചവർ കപ്പൽ കയറി മലനാടു നോക്കി പുറപ്പെട്ടാറ്, കൊടുങ്ങല്ലൂരങ്ങീടെ വന്നിറങ്ങി ഒളിപ്പിച്ചു വരുമ്പോ നേരം ശിപ്പായിമാരവർ വിളികൊള്ളുന്ന പള്ളിത്തണ്ടിന്മേൽ കൊടിയും കൂത്തി പാടാൻ നേരമില്ല. അപ്പൊ അവര് പറയുന്നത് ഈ കേരളത്തിലെ ക്രൈസ്തവർക്ക് അധപ്പതനം വന്നപ്പോ തോമാച്ചൻ കപ്പലെ വന്ന് ഇവരെ എല്ലാം പൊക്കിയെന്നാ അവര്. ആരുമായിട്ട് കൂടത്തുമില്ല, പെണ്ണിനെയും കൊടുക്കുകയല്ല, ഇങ്ങോട്ടും അറിയത്തിരിക്കും. എവിടാ വീട്? കുണ്ടറ. കുണ്ടറ മുഴുവൻ മുതല പണിക്കന്മാരാ. ആയിക്കോട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഓരോരുത്തര് പറയുന്നത് അവരുൾപ്പെട്ട് നിൽക്കുന്നത് ആ ശരിയായ സഭയെന്ന്. അപ്പൊ ഇവരെ കടത്തി വെട്ടിക്കൊണ്ട് സാൽവേഷൻ ആർമി, CMS, ആംഗ്ലിക്കൻ സഭകളും മറ്റ് ഇതര സഭകളും വരുന്നത് ഞങ്ങളുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി അല്ല. ഈ പറഞ്ഞവരാണ് ആരുടെ അല്ല. അപ്പൊ ബ്രദറുകാര് പറയുന്നത് ഇതൊന്നുമല്ല, സഹോദര സഭ ഞങ്ങളുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി എന്ന്. അപ്പൊ ഇതിനെ വെട്ടിക്കൊണ്ട പെന്തിക്കോസുകാർ പറഞ്ഞു ഇതൊന്നുമല്ല ഞങ്ങളുടെതാന്ന്. ഇത് തന്നെ വകുപ്പുണ്ട്. ഇവർ പറഞ്ഞു ഇതൊന്നും സഭയല്ല, TPM-കാര് അതെല്ലാം ചുമ്മാ പേരേ ഉള്ളു, ഇതാ പെന്തിക്കോസ്, ഇതാന്ന്. അപ്പൊ അതൊന്നും പെന്തിക്കോസ് അല്ലടാ. അപ്പൊ ഓരോ സഭക്കാരും പറയുന്നത് ഇവരുടെ ചരിത്രമാ അപ്പോസ്തല പ്രവൃത്തി അല്ലല്ല. തിരുവചനത്തിന് വെളിച്ചത്ത് പറയാം, അപ്പോസ്തല പ്രവൃത്തിയിലെ ചരിത്രം രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ചരിത്രമാ. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച, കർത്താവിനെ ഉള്ളത്തിലേറ്റെടുത്ത് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ ഉള്ളത്തിലേറ്റെടുത്ത വിശുദ്ധന്മാരുടെ ചരിത്രമാണ് ആദിമസഭയുടെ ചരിത്രം. അപ്പോസ്തല പ്രവൃത്തി. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകം. ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് ഞാൻ നിൽക്കും. സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഓടിച്ചങ്ങ് പോകുക, ഇടയ്ക്കത്തെ എല്ലാം അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക. പിന്നീട് ലേഖന പരമ്പരകൾ, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. അത് മുഴുവൻ ഉപദേശമാണ്.
മുഴുവൻ ഉപദേശമാണ്. റോമാലേഖനം വിശ്വാസത്തോടുള്ള നീതീകരണം, നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം കൊരിന്ത് ലേഖനം, അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യം ഗലാത്യ ലേഖനം, സ്വാതന്ത്ര്യം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സ്ഥാനമാനം എഫേസ് ലേഖനം, സ്ഥാനമാനം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സന്തോഷം ഫിലിപ്പിയ ലേഖനം, അങ്ങനെ സന്തോഷം പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങളുടെ പ്രത്യാശ അതാണ് തെസലോനിക്ക ലേഖനം. പ്രത്യാശയുള്ളവർക്ക് പ്രമാണമുണ്ട്, അതാ തിമോഥെയോസും തീത്തോസിന്റെ ലേഖനം. അങ്ങനെ പ്രമാണമുള്ളവർ സൽപ്രവർത്തികളിൽ നന്നായിട്ട് ജീവിക്കണം, ഫിലേമോന്റെ ലേഖനം. അങ്ങനെയുള്ളവർക്ക് ആമൻ സ്തോത്രം, ദൈവം നല്ലതൊന്ന് കരുതി വെച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. അങ്ങനെ കരുതൽ പ്രാപിച്ച ദൈവമക്കളോട് പറയുക, ആമൻ സ്തോത്രം, ആമൻ പ്രവൃത്തി കൊണ്ട് യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കണം. കണ്ണിക്കുന്നതല്ല വിഷയം, ജീവിതത്തിൽ വെളിപ്പെടുത്തണം. ഇപ്പൊ എല്ലാവരും അങ്ങ് കണ്ണനക്കാരാ, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിക്കുന്നു. ഈ ഒത്തിരി കണ്ണിക്കുന്നതിൽ നല്ലത് ജീവിതത്തിലൊന്ന് വെളിപ്പെടുത്തി കൊടുത്തേ. ഒത്തിരി കണ്ണിക്കേണ്ടി വരികയല്ല, അവർക്ക് പിടി കിട്ടും. അതാണ് യാക്കോബ് പറയുന്നത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം സ്തോത്രം. അപ്പോൾ യാക്കോബിന്റെ ലേഖനം അത് പ്രവൃത്തിക്ക് ഊന്നൽ കൊടുത്തുള്ള കാര്യങ്ങളാണ്, ദൈവത്തിന്റെ മകൻ. അതിനുശേഷമായിട്ട് പത്രോസിന്റെ 2 ലേഖനം ഭാഗ്യകരമായ പ്രത്യാശയ, ജീവനുള്ള പ്രത്യാശ, നിത്യജീവന്റെ പ്രത്യാശ. അതാണ് പത്രോസിന്റെ ആ 2 ലേഖനം. അങ്ങനെയുള്ളവരോട് ആമൻ യോഹന്നാന്റെ ഉപദേശം, ആമൻ ദൈവസ്നേഹത്തിൽ നിൽക്കണം. എല്ലാം ക്ഷമിക്കുന്ന, എല്ലാം പൊറുക്കുന്ന, എല്ലാം സഹിക്കുന്ന, എല്ലാം ആമൻ അത് വിട്ടുകളയുന്ന ആ ദൈവസ്നേഹം, അതാ യോഹന്നാന്റെ ലേഖനം. ഈ വിധത്തിലൊക്കെ നിൽക്കുന്ന ദൈവമക്കളോട് ഒടുവിലത്തെ ലേഖനം യൂദാ പറയുന്നത്, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ എങ്ങനെ നീതീകരിക്കപ്പെട്ട്, വിശുദ്ധീകരിക്കപ്പെട്ട്, സ്വാതന്ത്ര്യപ്പെട്ട്, സ്ഥാനമാനം കാത്ത്, സന്തോഷത്തോടെ, പ്രത്യാശയോടെ, പ്രമാണത്തോടെ നിൽക്കുന്ന നിങ്ങളോട് പറയുക, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളൊരു ദൈവമുണ്ട്. നീ തകർന്നു പോകാം, വീട് പോകാം, ദൈവം അനുവദിക്കത്തില്ല. ഇതാണ് ലേഖനങ്ങളെല്ലാം തരുന്ന ഉപദേശങ്ങൾ. അത് വിവരിക്കുന്നതിൽ ഓടിച്ചു പോകുക. നമ്മൾ ഇന്ന് രാത്രി ആ ചരിത്ര പുസ്തകമാകുന്ന, ആദ്യത്തെ 4 ചരിത്ര പുസ്തകമാകുന്ന, യേശുക്രിസ്തുവിന്റെ ചരിത്ര പുസ്തകമാകുന്ന യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 49-50 തിരുവെഴുത്തുകളാണല്ലോ വായിച്ചത്. ദൈവത്തിന്റെ മഹത്വം. യോഹന്നാന്റെ സുവിശേഷം മറ്റ് 3 സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമാണ് യോഹന്നാന്റെ സുവിശേഷം. ഒന്നുകൂടെ ഇടയ്ക്ക് കയറി പറയാ, ദൈവത്തിന് എന്താ ഈ സുവിശേഷം? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്തുവാ സുവിശേഷം. നിങ്ങൾ 2 സഹോദരിമാര് വായിച്ചു തരുന്നുണ്ടല്ലോ, നിങ്ങൾ തന്നെ പറഞ്ഞു, മൈക്കിൽ കൂടെ പറഞ്ഞു. ശരിയാ, പറയാൻ പോകുന്നത് ശരിയാ, പുറകെ പറഞ്ഞു. എനിക്ക് നോട്ടം കാണും പറയാ, ശരിയാ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ടെന്നുണ്ടോ? ഒന്ന് വായിച്ചേ, വായിക്ക്. വെള്ളം താ. പെട്ടെന്ന് വായിര്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് മരിച്ചിട്ട് അടക്കപ്പെട്ടില്ല. പെട്ട ഒത്തിരി എണ്ണം ഉണ്ട്, ഇല്ലയോ? ഒത്തിരി, മുഴുവൻ പെട്ടിരിക്കുക. സ്തോത്രം. പെട്ടത് ഒത്തിരി ഉണ്ട്. യേശു അങ്ങനെ പെട്ടില്ല, മരിച്ചിട്ട് അവിടുന്ന് ഉയർത്തു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്നു സുവിശേഷം. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്താണ് സുവിശേഷം? സുവിശേഷം മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല, ആൾക്കാരെ കൂട്ടി ഓളവും ബഹളവും മേളവും ഉണ്ടാക്കുന്നതല്ല, റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. റോഡ് അങ്ങ് ബ്ലോക്കാണ്. നമ്മൾ ഓടിച്ചു വരുമ്പോൾ റോഡിൽ ആവശ്യമില്ലാത്തതെല്ലാം വെച്ചേച്ചേ. നമുക്ക് ആവശ്യമില്ലാത്തതാ, അവർക്ക് ആവശ്യമാണ്. ബ്ലോക്കാ. നമ്മൾ അങ്ങോട്ട് വരും, ഇവനൊരു പൊടിമീശയും ആ മുണ്ട് ഇച്ചിരി ഒന്ന് കളത്തി എന്ന് പറഞ്ഞാൽ ഇവനെ പഴയ ട്രാഫിക് പോലീസ് അല്ലേ? എടാ, നിയമം എല്ലാവർക്കും ബാധകമല്ലേ? അധികാരികൾ എന്നാ കണ്ണടയ്ക്കുന്നേ? ഇതും കാണണ്ടായോ? നമ്മുടെ ഉപദേശമാരായാലും ഒരു മുക്കിനോ മൂലയ്ക്കോ നിന്ന് ഒരു പരസ്യം നടത്തിയ ഉടനെ ഇവനെല്ലാം അങ്ങ് കുടുന്നു പൊങ്ങും.
നിങ്ങൾ എന്നെ പേടിച്ചിരിക്കുന്ന തല്ല് കൊള്ളുകാന്നെ ഞാൻ തന്നെ കൊള്ളത്തില്ല, നിങ്ങൾക്കെല്ലാം തന്നേച്ചേ പോവുള്ളൂ. അങ്ങനെ തന്നെ ഞാൻ കൊണ്ടുവച്ച് പോകുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ യോജിച്ചിരുന്ന നമുക്ക് കിട്ടുന്നത് വീതം വെച്ച് എടുക്കാം. ഇങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കണം. അല്ല പിന്നെ ഞാൻ തന്നെ എനിക്കും ദേഹം നോക്കുകയല്ലേ. അപ്പൊ ഒരു കാര്യം പറയാ, അവൻ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന നല്ല സുവിശേഷം, വടിവാളുകിറക്കി ഭീഷണിപ്പെടുത്തി മതത്തിൽ ചേർക്കുന്ന നല്ല സുവിശേഷം, തോക്ക് ചൂണ്ടിക്കാണിച്ച് ഭീഷണിയുടെ സ്വരം മുടക്കി മതത്തിൽ ചേർക്കുന്ന നല്ല സുവിശേഷം, നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്ന നല്ല സുവിശേഷം. പിന്നെ എന്തുവാ സുവിശേഷം? സുവിശേഷം മതം മാറ്റമല്ല, ആമേൻ സ്തോത്രം, സഭ മാറുകല്ല, സംഘടന മാറുകല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാ. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശുക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുമ്പോൾ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറായനാകുന്ന യേശുക്രിസ്തു, അതാണ് സുവിശേഷം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. അജ്ഞാനന്ദത ആകയകറ്റും വിജ്ഞാന കതിർ വീശും. അജ്ഞാനന്ദത ആകയകറ്റും വിജ്ഞാന കതിർ വീശും. വേദാന്ത പൊരുൾ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. വേദാന്ത പൊരുൾ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം, മംഗള ജയ ജയ സന്ദേശം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. അപ്പൊ ഓടിച്ചു പറയാ, എന്താണ് സുവിശേഷം? അത് യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? എന്തിനാ? ചില ആൾക്കാർ പറഞ്ഞ കുറെ അവന്മാരുടെ വൈദ്യപ്പഴപ്പാണ്. ഇന്നാള് ഞങ്ങൾ പോയപ്പോ ഒരു തള്ള മതിലിനകത്ത് നിന്ന് പറയാം, ആണ്ടെ പണിയില്ലാത്ത കുറെ അവന്മാര്. ഈ ബോധക്കേടുകാരി തള്ളയോട് എന്നാ പറയാനാ? ഇവിടെ ഇരിക്കുന്ന ഇങ്ങോട്ട് നോക്കിയാൽ സ്റ്റേജിൽ ഇരിപ്പ് കണ്ടില്ലേ? എല്ലാം വിദ്യാഭ്യാസവും വിവരമുള്ളതാ, ഇല്ലാത്തത് എനിക്കേ ഉള്ളൂ. നിങ്ങൾ നോക്ക്. അതുകൊണ്ട് ഒരു സ്തോത്രം പോലും ചിലർ പറയുന്നില്ല. കാരണം ഭയങ്കര ജ്ഞാനവും അറിവും കൃപയുള്ളത് കൊണ്ടല്ല ഇരിക്കുന്ന. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. ഇവരെല്ലാം നല്ല ജ്ഞാനമുള്ളവരും ഡോക്ടർമാരും റവറന്റുമാരും ഒക്കെയാ. അവൻ വെറും പീത്ത ജ്ഞാനേ ഉള്ളൂ. എനിക്ക് ആ വിവരമില്ലാത്തത്. അതെ, ഇന്നാളൊരാൾ പറഞ്ഞ അയാൾക്ക് വിവരമൊന്നും ഇല്ലെന്ന് സത്യമാണ്. വേറൊരാൾ പറഞ്ഞു, അവനെ പുള്ളി പറഞ്ഞതാ, അവൻ്റെ തന്ത കള്ളുഷാപ്പിൽ ജോലിയല്ലേ, പുള്ളി പറഞ്ഞ ഭാഷയാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് സത്യമായി. എൻ്റെ അപ്പന് കള്ളുഷാപ്പിൽ ഒരു ചെറിയ ജോലിയായിരുന്നു കേട്ടോ. അതെ, എൻ്റെ അപ്പം വളരെ കഷ്ടപ്പെടുത്തി ഞങ്ങളെ 4 മക്കളെ വളർത്തി. ഒരു കാര്യം അഭിമാനത്തോടെ പറയാം, കള്ളുഷാപ്പിൽ ജോലിയാണെങ്കിലും കുടിക്കത്തില്ലായിരുന്നു. 50 വർഷം ജോലി ചെയ്ത് കുടിക്കുകയല്ല, വലിക്കത്തില്ല. ഈ പറഞ്ഞ പുള്ളിയുടെ തന്ത കള്ളുഷാപ്പിൽ നിന്ന് ഇറങ്ങുന്നില്ല കുടിക്കാൻ. അത് വേറെ വിഷയം, പോട്ടെ. എന്നാലും എൻ്റെ അപ്പനെ പറ്റി പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ്. ഈ അദ്ദേഹം ഞങ്ങളെ ദൈവകൃപയാകട്ടോ, ഞങ്ങളെ 7 മക്കളാ, 3 എണ്ണം മരിച്ചു. ഞങ്ങൾ 4 പേര് നിലവിലുണ്ട്. ഞങ്ങളെ 4 പേരെയും അത് അഹങ്കരിച്ച് പറയല്ല, ഒരാടെ മുന്നിൽ കൈ നീട്ടാൻ വിട്ടില്ല. പള്ളിക്കൂടം തുറക്കുമ്പോൾ എന്തെങ്കിലും പേനാതാ, പേപ്പർതാ, ബുക്ക് കൊടുക്കുന്നുണ്ടോ, ബാഗ് കൊടുക്കുന്നുണ്ടോ, പെൻസിലുണ്ടോ, തൂക്ക് റബ്ബർ വിട്ടിട്ടില്ല. ആ ഉള്ള സാഹചര്യത്തിൽ ഉള്ളതുപോലെ ഞങ്ങളെ കഷ്ടപ്പെട്ട് എൻ്റെ അപ്പനും അമ്മയും എന്നെ വളർത്തി. അത് അഭിമാനമല്ലേ? ഞാൻ അമേരിക്ക ചെന്നപ്പോൾ ഇത് പറഞ്ഞപ്പോൾ കള്ളുഷാപ്പിലെ ജോലി അപ്പൻ്റെ ഒരുത്തൻ പറഞ്ഞു, അതൊന്നും പറയരുത്. ഞാൻ പറഞ്ഞു, പോടാ, എൻ്റെ തന്തയുടെ കാര്യം ഞാൻ പറയാതെ നീ പറയൂടാന്ന് ചോദിച്ചു. എൻ്റെ തന്തയുടെ കാര്യം ഞാനല്ലേ പറയണ്ടേ? യവൻ പറയുവോ? ഇവൻ പറഞ്ഞാൽ ഒക്കുവോ? ദൈവത്തിൻ്റെ മഹത്വം. ആട്ടെ, നമുക്ക് ആ വിഷയമൊക്കെ അങ്ങ് വിട്ടേക്കാം. എന്തിനാ വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നത്? ഒരു കാര്യം പറഞ്ഞത്, ഇവരെല്ലാം വിദ്യാഭ്യാസവും വിവരവും കുടുംബശ്രേഷ്ഠതയൊക്കെ ഉള്ളവരാ. വല്ലോ ഇല്ലാത്തത് ഞാനാ. അപ്പൊ ഒരു ജോലിയും കൂലിയും മേലെ ഇല്ലാത്തവരല്ലിവര്. പിന്നെന്താ? സ്തോത്രം, യേശുവിന്റെ സ്നേഹം.
രക്ഷയുടെ സന്തോഷം ഇത് ഞങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇത് മറ്റുള്ളവരും കൂടെ അനുഭവിക്കണം. അതിനായി യോഗം ക്രമീകരിക്കുന്നതും ഈ ലഘുലേഖ തരുന്നതും ഈ മുക്കിന് മൂലയ്ക്ക് നിന്ന് കർത്താവിനെ വിളിച്ചു പറയുന്നത്, വല്ല ഒരുത്തനെങ്കിലും രക്ഷപ്പെട്ടാൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറയനാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഓടിച്ചു പോകുക. എന്താ സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. അതാ തീത്തോസ് 2:11 വായിച്ച്, സകല മനുഷ്യരും രക്ഷപ്പെടാൻ. മുമ്പേ പറഞ്ഞതാ, എങ്കിലും വായിച്ചോ 2:11 പെട്ടെന്ന് വായിര്. തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. മതി തെളിഞ്ഞല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരം. എല്ലാവരും രക്ഷിക്കപ്പെടണം. എല്ലാവരും യേശുവിനെ അറിയണം. ഇനി അപ്പൊ എന്താണ് സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇനി ആരാ ഇത് കേൾക്കേണ്ടത്? കേൾക്കേണ്ടത് ആരാ? ഇപ്പൊ നിങ്ങൾ പറയാ, ഞങ്ങളെല്ലാം കേട്ടേച്ചിരിക്കുക. അവരോട് പറ. നമ്മൾ ലഘുലേഖയായിട്ട് പോകുമ്പോൾ നമ്മുടെ ലഘുലേഖയുണ്ട്, തമ്പിയുടെ ഹൃദയം തകരുന്ന കപ്പല്. ഈയുടെ ഒരു ലഘുലേഖയുണ്ട്, സണ്ണിയുടെ ഹൃദയം. നിങ്ങൾ കണ്ടോന്നറിയാൻ മേല. കണ്ടോ? സണ്ണി ആയിക്കോട്ടെ. അപ്പൊ ഇതെല്ലാം ആയിട്ട് നമ്മൾ ഈ പോവുക. അപ്പൊ ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ചോദിക്കാം, നമ്മൾ സുവിശേഷം വേണ്ട, നിങ്ങളുടെ ആൾക്കാരാണ്ട് അവിടെ ഉണ്ട്, അങ്ങോട്ട് ചെല്ല്. അങ്ങോട്ട് ചെറിയാച്ചനും കറിയാച്ചനും ചിന്നമ്മയും റോസമ്മയെ കണ്ട് അവിടെ ഉണ്ട്, അങ്ങോട്ട് പോകും. നമ്മളെ ഓടിക്കുക. നമ്മളുടനെ അങ്ങോട്ട് ചെന്നപ്പോൾ അവർ ചോദിക്കാം, സുവിശേഷം എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഞങ്ങൾ തോമാശ്ലീഹായുടെ കാലം മുതൽ കറ്റാന ഇടവകയുടെ പിന്നെ അങ്ങോട്ട് ചെല്ല്. ആണ്ട ദാമോദരനും ദാചായിണിയും പരമേശ്വരനും അബ്ദുള്ളയും റഹീമും ഒക്കെ അങ്ങോട്ട് ചെല്ല്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ എങ്ങ് നിർത്തുകയല്ല. എടാ, ഇത് ആരാ കേൾക്കേണ്ടത്? അയ്യോ, തിരുവചനം പഠിപ്പിക്കുന്നത് എല്ലാവരും കേൾക്കണം. 49 സങ്കീർത്തനം പ്രാരംഭവാക്യമായിര്. സങ്കീർത്തനം 49 പ്രാരംഭവാക്യം ഒന്ന് വായിച്ചോ പെട്ടെന്ന്. അറിവുള്ള വാക്യം അതേലും വായിച്ചോ. സകല ജാതികളുമായുള്ളവരെ. എന്നാ തൊണ്ടയെല്ലാം അടഞ്ഞല്ലോ. ജോസെ മൈക്ക് നന്നായിട്ട് കൊടുക്കും. ജോസ് എന്തിയേ? ജോസ് അവിടെ കാനം പമ്മിയിരിക്കുകയായിരിക്കും. അവിടെ നിന്നാണോ ഇതെല്ലാം ചെയ്യുന്നേ? എന്നാ ഇത് കൊടുക്ക്, വായിച്ച സഹോദരി. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. എന്തുവാ? സുവിശേഷം മതി. ഇത് കേൾക്കണം. ഏത് സുവിശേഷം? ഇത് സകല ജാതികളും കേൾക്കണം. മനുഷ്യനായ ജാതിയും വർഗവും മരണവും ഒക്കെ ഒപ്പിച്ചു വെച്ചത് വേറെ പുസ്തകം പഠിപ്പിക്കുന്നതും അത് അങ്ങനെ തന്നെയാ. സകല എണ്ണം ഒറ്റ ഒരുത്തന്റെ സന്തതികളാ ഇരിക്കുന്നതെല്ലാം. ഒറ്റ ഒരുത്തന്റെ. നിങ്ങൾ വിശ്വസിക്കുകയല്ലെന്ന് എനിക്കറിയാം. ഇരിപ്പ് കാണുമ്പോൾ അറിയാം വിശ്വാസമൊന്നും. പിന്നെ നമ്മുടെ ശൈലി ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് കൈ പൊക്കുക എന്നുള്ളത്. ലേലൂയ. പണ്ട് ഉറക്കം തൂങ്ങിയപ്പോൾ ആരാണ്ട് പറഞ്ഞു 3 ജിറാഫിനെ ഇറക്കുന്നത്, ഞങ്ങൾക്ക് ഒന്ന് വേണമെന്ന്. എന്തിനാന്ന് പോലും ഞങ്ങളുടെ സമുദായത്തിന് ഉറക്കം തൂങ്ങിയിരുന്ന് കൈ പൊക്കിയതാ. ഏത് കേസ് പറഞ്ഞാലും ഞങ്ങളുടെ സമുദായത്തിന് വേണമെന്ന്. അന്നേരം ആഫ്രിക്കയിൽ നിന്ന് 3 ജിറാഫിനെ അങ്ങനെ ചുമ്മാ ഇരുന്ന് പൊക്കുന്ന ആൾക്കാരുണ്ട്. അത് വേണ്ട. ഇത് സകല ജാതികളും ഇത് കേൾക്കണം. ഈ മനുഷ്യനാ ജാതിയും വർഗവും മരണം ഉണ്ടാക്കിയത്. കേട്ടോ? വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയോളവാക്കി. ഇരിക്കുന്ന മുഴുവൻ ഒരെണ്ണത്തിൻ്റെയാ. പിന്നെ ഈ ഏറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പ്രകൃതിയൊക്കെ എങ്ങനെ ഭക്ഷണം, ജീവിതചര്യ, നിഷ്ഠ, ചിട്ട, ക്ലൈമറ്റ്, അതുകൊണ്ടൊക്കെയാണ് നമ്മളെല്ലാം ഇങ്ങനെ പല രീതിയിൽ അല്ലേ പറ. പിന്നെ നമ്മളെ പോലുള്ളവർ തന്നെ അമേരിക്കയിലുണ്ട്. പക്ഷേ ഈ നിറവൊക്കെയാ. എന്നാലും വ്യത്യാസമുണ്ട് ഇല്ലേ? ഉണ്ട്. അതിന് ഒരു ഉദാഹരണം, അവർ ചുമ്മാതിരിക്കുമ്പോഴും കഴിക്കുന്നത് നട്ട്സും പിസ്തായും ഒക്കെയാ. അപ്പൊ അതിൻ്റെതായ തൊലിക്കൊക്കെ നമ്മൾ കഴിക്കുന്നതിന് ആഞ്ഞിലിക്കൊക്കെ ഉരു വറുത്തത്. ആഞ്ഞിലിക്കാ കുരു വറുത്താവല്ലോ. അങ്ങനെ ആവുമോ? അയ്യോ, ഞാൻ തമാശ പറഞ്ഞതല്ല. ഇപ്പോഴല്ലേ പിന്നെ ഇച്ചിരി മെച്ചമായത്. ആഞ്ഞിലിയുടെ ചോട്ടിൽ പോയി പഴുത്ത് വീഴുന്നത്. അല്ലെങ്കിൽ കയറി പറിച്ച് വെച്ച് ചാരത്തിനകത്ത് കൊണ്ട് അല്ല, പഴയതൊക്കെ ഒന്ന് ഓർക്ക്. ചുമ്മാ ഇരിക്കാതെ ചാരത്തിനകത്ത് കൊണ്ട് വെച്ചേ അതെടുത്ത് വെച്ച് പിന്നെ തോട് കളഞ്ഞ് കഴിച്ചേച്ച് അത് ഓട്ടുപറ വറുത്തേച്ച് അറിയാം ആ മുറത്തിലോട്ടിട്ട് മുളനാടി കൊണ്ട് ഉരുട്ടി. അതാണ് നമ്മുടെ നട്ട്സ്. അതൊക്കെ കഴിച്ചാൽ ഇങ്ങനെ തൊലിയിരിക്കുള്ളൂ. മറ്റവർ അങ്ങനല്ലല്ലോ. അപ്പൊ വ്യത്യാസം. അത് ക്ലൈമറ്റും ഒക്കെ ഉണ്ട്.
ഭക്ഷണക്രമം, ക്ലൈമറ്റ്, ജീവിതചര്യ, അതുകൊണ്ടൊക്കെയാ വ്യത്യാസം. പക്ഷേ ഒരു കാര്യം പറയാം, സകല എണ്ണ ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഉളവാക്കി. എന്നാൽ കാലക്രമേണ മനുഷ്യൻ ഇതെല്ലാം തരംതിരിവ് വെച്ചിരിക്കുക. ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവര് കുറഞ്ഞതാ, ഞങ്ങൾ ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉണ്ട്, മറ്റവർക്ക് അതില്ല, അപ്പിടി ഇപ്പിടിയൊക്കെ പറഞ്ഞ് എടുത്തച്ഛൻ പണ്ടൊരു വരി എഴുതി, ബ്രാഹ്മണോകം നരേന്ദ്രോകം ആഡ്യോഗം എന്നിങ്ങനെ എഴുതം കലർന്നിടുന്ന ജാന്തരെ. അല്ല, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര സംസ്കാരമൊന്നും ഞാൻ പറയത്തില്ല, പരുവക്കേടാ. ഇതൊക്കെ മനുഷ്യരൊപ്പിച്ചതാ. അതുകൊണ്ടൊക്കെ ചേർത്താ പറഞ്ഞത്, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. ഏത് കേൾക്കണം? സുവിശേഷം കേൾക്കണം. അതിന് എല്ലാവരും കേൾക്കേണ്ട വാർത്തയാ സുവിശേഷം. എല്ലാവരെയും കേൾപ്പിക്കേണ്ട വാർത്തയാ സുവിശേഷം. ആർക്കും കേൾക്കാൻ പറ്റാവുന്ന വാർത്തയാ സുവിശേഷം. ആരും ഇരുന്നാലും പറയാൻ കൊള്ളാവുന്ന വാർത്ത സുവിശേഷമുള്ളൂ. മറ്റ് വാർത്തകളൊന്നും എല്ലാവരും ഇരിക്കുമ്പോഴൊന്നും പറയാനൊക്കത്തില്ല. കേട്ടിട്ടില്ലേ? പ്രായമുള്ള ഒരു വർത്താനം പറയുമ്പോൾ ചെല്ലി പറഞ്ഞത്, എന്തുവാടാ പ്രായമുള്ള ഒരു വർത്താനം പറയുന്നതിൻ്റെ കീഴേ കയറി. അപ്പൊ പ്രായമുള്ളവർ അത്രയൊക്കെയാ പറയുന്നത്. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത ഞങ്ങള് കൗൺസിൽ മെമ്പേഴ്സ് വർത്താനം പറയുന്നതിനിടെ ബ്രദറിന് തന്നെ അത്രയാ പറയുന്ന. എന്നോട് നേരത്തെ പറഞ്ഞു, ഒന്നും പറയരുത്, ഒന്നും പറയുന്നില്ല, ഒന്നും പറയത്തില്ല, പേടിക്കണ്ട. ഇടയ്ക്ക് ഒന്ന് പറഞ്ഞതേ ഉള്ളു, വിട്ടു. താൻ പേടിച്ചിരിക്കുക, ദൈവമേ ആക്കെ ഇളക്കം തുടങ്ങി, ഇത് നമ്മളെ എങ്ങാനും വെച്ചേക്കും. ഇല്ല, ഇളകത്തില്ല. ദൈവത്തിന് മഹത്വം. അല്ല, പിള്ളേർക്ക് കേൾക്കാൻ പറ്റാൻ പറ്റാത്ത കാര്യങ്ങളാ പലരും. പക്ഷെ ഒരു കാര്യം പറയാം, സുവിശേഷം എല്ലാവർക്കും കേൾക്കാം. പ്രായമുള്ളവർക്കും കേൾക്കാം, ചെറുപ്പക്കാർക്കും കേൾക്കാം, അപ്പനും വല്യപ്പനും കൊച്ചുമോനും കൊച്ചപ്പനും എല്ലാം ഒന്നിച്ചിരുന്ന്, അതല്ലാണ്ട് എല്ലാം ഒന്നിച്ചിരിക്കുകയല്ലയോ, കൊച്ചനും വേണ്ട അപ്പച്ചനും സ്തോത്ര അച്ചായനും എല്ലാം ഒന്നിച്ചിരുന്ന്, എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റാവുന്ന ഒരേ ഒരു വാർത്ത, അത് സുവിശേഷമാ, സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്. ദൈവത്തിന്റെ മകത്ത് നല്ല വാർത്ത. അല്ല, എല്ലാവരും ഇത് കേൾക്കണം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. അതാ സുവിശേഷത്തിന്റെ വിശേഷത. കേട്ടാലുള്ള ഗുണം എന്നാ? കേട്ടാൽ ഇത് ഈ നമ്മുടെ ഈ സെക്ഷന്റെ ആദ്യ ദിവസമായതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത്. ഇത് ഇങ്ങനെ പോയാൽ പോരെ? അതോ വേണ്ട? എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അല്ല, പ്രതിപക്ഷ ബഹുമാനം വേണം അതിനായി ചോദിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ സുവിശേഷം കേട്ടാൽ എന്തോ ഗുണമുണ്ടാകും. അയ്യോ, എടുത്തു വായിപ്പിക്കുന്നില്ല. മർക്കോസ് 1:14 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ യേശു ഗലീലയിൽ ചെന്ന് ആമസ്തോത്രം അവരോട് സുവിശേഷം അറിയിച്ചു, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ഒന്ന് വായിച്ചോ മർക്കോസ് 1:14 മുതൽ. പെട്ടെന്ന്. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട്. എല്ലാം വിവരിക്കുന്നില്ല. സുവിശേഷം കേട്ടാനുള്ള ഗുണം എന്നാണെന്നറിയാമോ? ഒന്ന്, മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം എന്നാ? തിരിഞ്ഞു വരണം. മാനസാന്തരം എന്നാ? വഷളത്വം വിടണം. വാക്യങ്ങൾ എടുപ്പിക്കാൻ നേരമില്ല. നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെടുക. അങ്ങനെ പുസ്തകത്തിലെ വാക്യം. വഷളത്വം വിടണം. ശരിക്കും മാനസാന്തരം വന്നാൽ നിർബന്ധിക്കേണ്ട, തന്നെ ചെയ്യും. കൂടി ഇങ്ങനെ ചെയ്താട്ടെ എന്ന് പറഞ്ഞു ഒന്നും പറയണ്ട, ചെയ്യും. തെളിവ് സക്കായിടത്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ. കാരണം കേട്ടിട്ടുണ്ട് യേശുവിനെ പറ്റി. പുള്ളി നീളക്കുറവായതുകൊണ്ട് അടുത്ത് കാണാൻ ഒക്കുന്നില്ല. എല്ലാം നല്ല നെടുപ്പമുള്ളവരാ. അപ്പൊ പുള്ളിക്ക് ഒരു ആഗ്രഹം, പുള്ളി എങ്ങനെയാണെന്നൊന്ന് നിങ്ങൾക്കറിയാമല്ലോ ഭാഗം. കേട്ടിട്ടുണ്ട് യേശുവിനെ പറ്റി. അപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ അച്ചായ സ്തോത്ര യേശു എന്ന് പറയുന്ന ഒരാളുണ്ട്, എന്തോ സുമുഖനാ. അയ്യോ, ആ മുഖത്തോട്ട് നോക്കിയാൽ നമ്മൾ കണ്ണ് പറിക്കുകയല്ല. അയ്യോ, കുഞ്ഞു കണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച കവർണഭൂമിയിലെ യോഗം. അയ്യോ, അതിൻ്റെ തലയാഴ്ച പള്ളിയിൽ ചെന്നു. പള്ളിയിൽ ഇരുന്നവരുടെ മുഴുവൻ കണ്ണും എന്തോ ഒരെണ്ണം കണ്ണ് പറിക്കുന്നില്ല. അതിനാന്ന് ചോദിച്ചാൽ നമ്മുടെ KM മാത്യുച്ചാൻ്റെ അച്ചായനുണ്ടായിരുന്നില്ല, പേരുശ്ശേരി മത്തായിച്ചൻ, നമ്മുടെ തുവയൂര് സഭയിലെ KM മാത്യു എന്നല്ലേ അച്ചാൻ്റെ പേര്? അതെ, അച്ചായൻ്റെ പിതാവ് പേരുശ്ശേരി മത്തായിച്ചനെ ആ മുഖത്തോട്ട് നോക്കി വെച്ച് എഴുതി. കണ്ണു പറിക്കാത്തൻ്റെ കാര്യം ഇങ്ങനെ എഴുതിയത്: കോട്ടിസൂര്യ പ്രഭയേറും രാജരാജ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കത് വാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കത് വാ. കോട്ടി സൂര്യ
കൂടെ വരും ഞങ്ങളെ ദേവാ നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കാദേവാ. അപ്പോൾ മാന്യകർത്തദാസൻ പേരശ്ശേരി മത്തായിച്ചൻ ആ മുഖത്തോട്ട് നോക്കി വെച്ച് പറയുക, കോടി സൂര്യപ്രഭയേറുന്നവനാ. അല്ല, നമ്മൾ ഇരിക്കും പോലൊന്നും അല്ല. ഒന്നാമത് എനിക്ക് നിങ്ങൾക്ക് ഒരു കളറും ഇല്ല, ഒരു നല്ല ഷെയ്പ്പും ഇല്ല, എന്നിട്ട് അരിശം കയറി ഇരിക്കുക. കയ്പുള്ള കഷായം കുടിച്ച പോലെ യോഗത്തിന്. എന്നാ ചെയ്യാനാ? ഇനിയൊന്നും ചെയ്യാനില്ല, സമയമായി. ഇനി എന്നാ ചെയ്യാനാ? ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ കോടി സൂര്യപ്രഭ. ആറന്മുളയിലിരുന്ന സൈമൺ സാറ് നോക്കി മുഖത്തോട്ട്, KV സൈമൺ പുള്ളിയ. മത്തായിച്ചൻ വീട്ടിൽ ഇരുന്ന് നോക്കിയപ്പോൾ കോടി സൂര്യപ്രഭ. ആറന്മുളയിലിരുന്ന് സൈമൺ സാർ ആ മുഖത്തോട്ട് നോക്കി വെച്ച ഒരു വരി എഴുതി, നിൻമുഖത്തു നിന്നു തൂകും നന്മധൂരത്തിലമ്പൈ, നിൻമുഖത്തു നിന്നു തൂകും നന്മധൂരത്തിലമ്പൈ, മുങ്ങിലയിക്കും ദിവ്യജ്ഞാനികൾ നിന്റെ നന്മൊഴിക്കരി കണയുമതി നവ്യമയസയൻസുമില്ലതു സമ്മതിക്കും നഗ്നരല്ല പ്രാണികൾ എല്ലാം ഉണ്മയാറിയുന്നതില്ലേവാനികൾ. അപ്പൊ ശ്രദ്ധിച്ചേ, സാറ് മുഖത്തോട്ട് നോക്കി വെച്ച് പറയാ, ആ തിരുമുഖത്ത് നിന്ന് തേൻ ഇറ്റിറ്റ് വീടുന്നു മധു. നമ്മുടെ മുഖത്ത് നിന്നോ? ഒന്നും പറയുന്നില്ല ഞാൻ. പിന്നെ ചിലരെ കൺവെൻഷനൊക്കെ ആണ്ട് ഏതാണ്ടെല്ലാം തേച്ച് ഇച്ചിരിയൊക്കെ ഒരു പരുവത്തിനാ. ചിലരെ എന്ത് അഡ്ജസ്റ്റ് ചെയ്താ വന്നിരിക്കുന്നത് ഒരു പരുവത്തിനൊക്കെ. നാളൊരാളെ കണ്ട് മുടിയില്ല, പിന്നെ അത് ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ച് ഒരു പരുവത്തിനൊക്കെ. കുറ്റമല്ല, അതങ്ങനെ വേണം. എന്ത് അഡ്ജസ്റ്റ് ചെയ്താ വന്നിരിക്കുന്നത്. പക്ഷേ ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ തേൻ ഇറ്റിട്ട്, മുഖത്തോട്ട് നോക്കിയാ തേനെ, വായിന്ന് വരുന്നതോ ലാവണ്യവാക്ക്. അതുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ലെന്ന്. 3 ദിവസമൊക്കെ യോഗം അങ്ങോട്ട് വെച്ച ഒരെണ്ണം പോകുന്നു. ഒരു ചെറുക്കനാന്ന് 5 യവത്തപ്പവും 2 മീനുമായിട്ട് വന്നിരിക്കുക. അവന് ഇതിൻ്റെ മീൻ്റെ കാര്യവും മറന്നു. യവത്തപ്പം നമ്മളാന്നേ വന്നപ്പോൾ മുതലേ അപ്പത്തെ നോക്കിയിരിക്കുക. എപ്പോഴാണ് ഇത് മുറിക്കുന്നത്, എപ്പോഴാണ് ഇത് കിട്ടുന്നത്. അവന് ഇത് വിട്ടേച്ച് സ്വർഗീയപ്പം കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് പിരിച്ചു വിടാൻ. അപ്പം പറഞ്ഞു, ഇവിടെ ചായക്കടയൊന്നുമില്ല. അയ്യോ പിന്നെങ്ങനെ? പിരിച്ചു വിട, നിങ്ങൾ കൊടുക്ക്, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അപ്പം അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ചെറുക്കൻ്റെ കയ്യിലെ 5 യവത്തപ്പം. അത് ചരിത്രം പറഞ്ഞ അന്ത്രയോസിൻ്റെ മോനായിരുന്നെന്നാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അപ്പനും മോനും കൂടെ യോഗത്തിന് പോകുന്നപ്പോൾ അമ്മ കൊടുത്തു വിട്ടതാന്ന് വേദപഠിതാക്കൾ പറയുന്നു. അതുകൊണ്ടാണ് പുള്ളി 5000 ജനവിരിക്കുന്നതിനിടെ ചെറുക്കൻ്റെ കയ്യിൽ 5 അപ്പം ഇരുന്നത് പുള്ളി അങ്ങനെ അറിഞ്ഞ്. പുള്ളിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ് 5 യവത്തപ്പം. യോഗത്തിന് പോകുമ്പോൾ മെല്ലൊക്കെ കൊടുക്കണേ, ഒന്നുമില്ല സ്വോത്രാഴ്ചയെങ്കിലും. അത് പറഞ്ഞിട്ട് സന്തോഷമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ വായിന്ന് വരുന്നതല്ല ലാവണ്യവാക്ക്. എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല. അപ്പൊ മുഖത്തോട്ട് നോക്കിയാൽ എന്തോ പ്രഭ, വായിന്ന് വരുന്ന ലാവണ്യവാക്ക്. അപ്പൊ സക്കായിയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, എൻ്റെ അച്ഛാ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു യോഗം കഴിഞ്ഞ് വരിക, യേശു ശിഷ്യന്മാർ നമ്മുടെ ആ നൈലിനെ വിധവയുടെ മകനെ അതിനെ അടക്കാൻ കൊണ്ടുപോയതാ. യേശു ഇങ്ങോട്ട് വന്ന് മഞ്ചത്തെ തൊട്ട് ചെറുക്കൻ ചാടി എഴുന്നേറ്റു. ആണോ? ഇതൊക്കെ കേട്ടപ്പോൾ പുള്ളിക്ക് ഒരു ആഗ്രഹം, എങ്ങനെയുള്ളവനെന്നൊന്ന് കാണണം. എന്നിട്ട് ചെറുക്കനെയും കൊണ്ട് പുള്ളി അടുത്ത ക്രൂസൈഡിന് പോയോടാ. ഇന്നത്തെ ബിരുദന്മാരങ്ങനെ, അവനെ പിന്നെ അമ്മയ്ക്ക് കൊടുക്കുകയല്ല. തള്ള പിന്നെ ഇങ്ങനെയൊക്കെ കാണുക, അയ്യോ എൻ്റെ മോനാ നിൽക്കുന്നത്. കാരണം ഇവനെ വെച്ചോണ്ട് പിന്നെ ഉള്ള സ്റ്റേജിലെല്ലാം ബ്രദറിന് എന്തോ സംഭവിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മരിച്ചു. റിയലി? ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ഇംഗ്ലീഷ് തെറ്റിയോ? ഇല്ല, ഇരിക്കട്ടെ. ഇംഗ്ലീഷ് നമ്മുടെ സെക്ഷൻ്റെ കൺവെൻഷനല്ലേ. അവൻ എന്തെല്ലാം ചെറുക്കനെ ഒന്ന് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കില്ല. അവനെ അമ്മയ്ക്ക് കൊടുത്ത് ജയിച്ചു അടുത്ത തലത്തോട്ട് പോവുക. കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി. പക്ഷപാതക്കാരൻ പറഞ്ഞ് കിടക്കെടുത്ത് കിടക്കാൻ പറഞ്ഞു. ഒരു കൂനിത്തള്ള ചെമ്മീൻ ഇരിക്കും പോലായിരിക്കുന്ന കൂനി 18 കൊല്ലം. യേശു ഓടോട്ടി എന്ന് പറഞ്ഞ് നിന്റെ ബന്ധനം അടിച്ചെന്ന് പറഞ്ഞു. ഉള്ളതല്ല കമ്പിവടി പോലെ നടന്നു പോയെ. ഈ തള്ളേനെ യേശു എങ്ങും കൊണ്ടുപോയി സാക്ഷി പറയിപ്പിച്ചില്ല. നമ്മളാന്നെ തള്ളയെ വീട്ടിൽ വിടുകയല്ല, വണ്ടിയെ തന്നെ ഇരുത്തും. ആട്ടെ, ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള യേശുവിനെ സക്കായി കേട്ടു. കേട്ടപ്പം മനസ്സിലായി, എനിക്കൊന്ന് കാണണം.
യേശുവിനെ കാണാൻ പുറകോട്ടല്ല ഓടിയത്, മുന്നോട്ടാണ് ഓടിയത്. നീ നിൽക്കുന്നിടത്ത് നിന്നാൽ യേശുവിനെ കാണാനൊക്കത്തില്ല. നീ ഒന്ന് മുന്നോട്ട് ഓടിച്ചെന്ന് ഒരു കാട്ടത്തിയുടെ മേളിൽ, നിങ്ങൾക്ക് അറിയാമല്ലോ, കാട്ടത്തിയുടെ മേളിൽ കയറിക്ക. ആരും കാണരുത്, പക്ഷെ എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. അയ്യോ, നമ്മുടെ കർത്താവും ശിഷ്യന്മാരും അങ്ങോട്ട് നടന്നു വരുന്ന ആ സമയത്ത് കാട്ടത്തിയുടെ കീഴി വന്നേച്ച് യേശു മേളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, സക്കായിയേ ഉരുണ്ട് വീടാനിറങ്ങി. ഉരുണ്ട് വീടെന്ന് എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറയാ, ഇറങ്ങി വരാൻ പറഞ്ഞു. അയ്യോ, അന്തം വിട്ടുപോയി. കാരണം പെട്ടെന്ന് പറയുമ്പോൾ ഉരുണ്ട് വീഴാൻ സാധ്യത, ഞെട്ടും. അതുകൊണ്ട് പെട്ടെന്ന് ഇന്ന് രാത്രി നിന്റെ വീട്ടിലാ. ഞാൻ ഇങ്ങനെ പറഞ്ഞത്, യേശു പ്രോഗ്രാം മാറ്റും. നിന്റെ നല്ല ആഗ്രഹമാണെങ്കിൽ യേശു പ്രോഗ്രാം മാറ്റും. വേറെ സ്ഥലത്തോട്ട് പോകുക, പക്ഷെ അന്ന് ഉടനെ ഇന്ന് രാത്രി നിന്റെ വീട്ടിലാണ്. സ്തോത്രം. അത്തയുടെ മേളിൽ ഇരിക്കുക. കർത്താവ് സൂക്ഷം കണ്ടു. അല്ല, ഒരുത്തൻ അത്തയുടെ കീഴിലിരുന്നു, അന്നേരം കണ്ടു. ചോദിച്ചു, നീ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ? അയ്യോ, എന്നെ എങ്ങനെ അറിയാം? നീ അത്തയുടെ കീഴിൽ ഇരുന്നപ്പോ മേളിൽ ഇരുന്നാലും നിന്നെ കാണും, കീഴെ ഇരുന്നാലും കാണും. ഉൽപ്പത്തി പുസ്തകം 3 പഠിക്കുമ്പോൾ സാധാരണ വേദപഠിതാക്കൾ പറയുന്നത് അപ്പച്ചനും അമ്മച്ചി ആദമും ഹവ്വായും അത്തിക്ക് മറഞ്ഞിരുന്നെന്നാ പറയുന്നത്. അതിന് ഏതാണ്ട് ന്യായം പറയുന്നത് അത്തിയില കൊണ്ടാണല്ലോ അരയാട. അമ്മാമ്മയ്ക്കൊരു ബർമുടായും അമ്മാമ്മയ്ക്ക് മിടിയും അച്ചായനൊരു ബർമുടായും ഒക്കെ രണ്ടുപേരും രാവിലെ ഒരു വടിയും കറക്കി ഇങ്ങനെ പോകുന്ന കാണാം. അപ്പൊ അത്തിയില കൊണ്ടാ. അതുകൊണ്ട് സാധാരണഗതിയിൽ അത്തിക്ക് മറഞ്ഞെന്ന. അങ്ങനെങ്കിൽ ചിന്തിച്ചോ, അത്തിയുടെ മേളിലിരുന്നാലും നിന്നെ കാണും, അത്തിയുടെ കീഴിലിരുന്നാലും നിന്നെ കാണും, അത്തിക്ക് മറഞ്ഞിരുന്നാലും കാണും. അവിടുത്തേക്ക് മറവായിട്ടൊന്നുമില്ല. എന്തിനേറെ യേശു സക്കായിയുടെ വീട്ടിൽ ചെന്നപ്പോഴേ പുള്ളി മാനസാന്തരപ്പെട്ടു. കണ്ടപ്പോഴേ മാനസാന്തരമായി. ചെന്നുടനെ പുള്ളി പറയാ, ഗുരു പകുതി കൊടുക്കുക ദരിദ്രന്മാർക്ക്. അതാ മാനസാന്തരം. പകുതി. നമുക്ക് മാനസാന്തരപ്പെട്ടപ്പോഴും അവൻ്റെ പകുതി പിന്നെ എടുക്കാണ്ടിരിക്കുക. പക്ഷേ പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ അനിയൻ അവൻ കാനഡയില, വരുമെന്നൊന്നും തോന്നുന്നില്ല. ഇത് നമുക്ക് തരുമെന്നാ ദൈവാത്മാവ് നാള്. എന്തിനാടാ നിന്റെ ആർത്തിപ്പണ്ടാരം? കിട്ടിയിട്ടും നിനക്ക് തികയുന്നില്ലല്ലോ. ഒത്തിരി ഉണ്ട്. എന്നോട് പറഞ്ഞല്ലോ, ഇത് പെങ്ങടതാ. അവക്ക് അപ്പച്ചന് അന്നേരം ഇച്ചിരിയൊക്കെ കൊടുത്ത് വിട്ടതാ. ഇനി എത്ര കിട്ടിയിട്ടും കന്നട്ടയ്ക്ക് എത്ര പിള്ളേരാ? മതിയല്ലോ, എന്തിനാ ഒത്തിരി? കന്നട്ടയ്ക്ക് എത്ര കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ലല്ലോ. അന്യായമായിട്ടൊന്നും സമ്പാദിക്കരുത് കേട്ടോ. അന്യായമായിട്ടൊക്കെ സമ്പാദിച്ചാൽ താനിടാത്ത മുട്ടമേ പൊടുന്നിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെ. മാനസാന്തരം നല്ലത് സക്കായിട പകുതി കൊടുക്കുക എന്ന ദരിദ്രന്മാർക്ക്. എന്നിട്ട് നിർത്തിയില്ല. ഗുരു ആരോടെങ്കിലും ചതിവായിട്ട് വല്ലതും വാങ്ങിച്ചുണ്ട്, അതാ മാനസാന്തരം. അപ്പോൾ ശരിക്കും സുവിശേഷം കേട്ടാൽ ഒന്ന് മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം വിവരിക്കുന്നില്ല. 2, സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. ശരിക്ക് അറിയാമല്ലോ, വെല്ലുവിളി പോയിച്ച് വരിക ഷണ്ണൻ തിരിച്ച് തേരൽ ഇങ്ങോട്ട് വരുമ്പോൾ വാട്സപ്പിനകത്തൊന്നുമല്ല, ഒരാപ്പിനകത്തും കയറിയില്ല. നമ്മൾ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ തന്നെ മൊബൈലിൽ കളിക്കുന്ന ബിരുദന്മാരെ എനിക്കറിയാം. ഇവിടെല്ലാം നിങ്ങൾ മാന്യമായിട്ട് സഹകരിക്കുന്നിരിക്കുന്നു, അഭിനന്ദിക്കുന്നു നിങ്ങളെ. ചിലര് സ്റ്റേജിൽ ഇരിക്കുമ്പോഴും മാന്ത ഇവിടെ ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്യുക, യോഗത്തിലിരിക്കുക, പിന്നെ വിളിക്കാൻ ആയിക്കോട്ടെ. സഭായത്തിന് ഇതുമായിട്ട് ഇറങ്ങിപ്പോകുകയും കയറുകയും ഇറങ്ങിപ്പോകുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഉണ്ടെന്ന് അല്ല, ഞാനിപ്പോൾ പറയുന്നില്ല, എന്തിനാ വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നത്. പുള്ളി തിരുവഴുത്ത് പരിശോധിച്ചുകൊണ്ട് വരിക. അപ്പൊ പീലിപ്പോസ് ഉപദേശിയോട് പറഞ്ഞു, നാണ്ടെ ഗസയ്ക്കുള്ള നിർജ്ജന അങ്ങോട്ട് എല്ലാം പറഞ്ഞു ചെന്നു. രഥം തേര് വരുന്നു, ചേർന്നു കയറി ആണ്ട് നോക്ക്. അപ്പൊ പുള്ളി തിരുവഴുത്ത് വായിക്കുക. എന്തുവാ വായിക്കുന്നത്? യശയ്യാപ്രവചനം തിരുവഴുത്ത്. ഏത് ഭാഗമാ? 53. എന്തുവാ? ഏത് ഭാഗമാ? അടക്കാനുള്ള ആടിനെ പോലെ ആ ഭാഗമാ. ഗ്രഹിക്കുന്നുണ്ടോ? എന്നാ പുള്ളി വായിക്കുന്നതല്ലാതെ വായിച്ചങ്ങ് വിടുകല്ലേ. വായനാഭാഗം ഭാഗം എടുത്തിങ്ങനെ വായിച്ചേച്ച് പോകുന്നതല്ലാതെ ഇതെന്നതാന്ന് പോലും ചിലക്ക് വെളിവില്ല. ചില വായിക്കുന്ന കേട്ടില്ലേ, താവേ നീ തലമുറയാ ഞങ്ങളുടെ സങ്കേതം, ഇങ്ങനെ വായിക്കുന്നതേ ഉള്ളൂ. ഇതെന്നതാണെന്നൊന്നും ഞങ്ങളുടെ ഒരാൾ വായിച്ചു, മരണ വീട്ടിലല്ലേ, തെറ്റിക്കുക വായിക്കുക. എപ്പസോസ് വെച്ച് ഞാൻ മൃദംഗ യുദ്ധം ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ഒരു ഉപദേശം പറഞ്ഞു, തബലയും കാണും, നീ വായിക്കണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്?
വേറൊരാൾ വായിച്ചു, ദുഷ്ടന്മാരുടെ വഴി യോനാശകരമാകുന്നു. വഴിയോ എന്നിട്ട് ചെറിയ വരയുണ്ടല്ലോ, എന്നിട്ടാ നാശകരം, അത് പുള്ളി ചേർത്ത് വായിച്ചില്ല. ദുഷ്ടന്മാരുടെ വഴി യോനാശകരമാകുന്നു. വായിക്കുക. ഈ അടുത്ത കാലത്ത് ഒരാൾ വായിച്ചെന്നാ പറഞ്ഞത്, കേങ്കരേ സഭയുടെ ശുശ്രൂഷക്കാരത്തി പേവ. അതിന് പുള്ളി വായിച്ചു ക്രൈംബ്രാഞ്ച് സഭയുടെ ശുശ്രൂഷക്കാരത്തി. എല്ലാം അങ്ങ് വായിക്കുക, ക്രൈംബ്രാഞ്ച് സഭ. അപ്പൊ ചിലര് ഇങ്ങനെ അങ്ങ് വായിക്കുന്നേ ഉള്ളു, ഇതൊന്നും ഗ്രഹിക്കുന്നില്ല. ഫിലിപ്പോസ് ചോദിച്ചു, വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? ഉടനെ പറയോ, ഒരുത്തം പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ? ഉടനെ പൊരുൾ തിരിച്ചു. ആ തിരിച്ച ഭാഗം 35 വായിച്ചേ സഹോദരിമാരെ, 35 വായിര് പെട്ടെന്ന്. ഓ, മൈക്ക് കൂടെ വായിക്കേ, മൈക്ക്. ജോസേ, ഇത് ശരിയാക്കി കൊടുക്ക, അതിനല്ലേ അമ്മാമ്മയുടെ കുഴപ്പമാണോ? ആയിക്കോട്ടെ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് യെശയ്യാ 53 ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. ഈ തിരുവെഴുത്ത് ആധാരമാക്കി യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം അറിയിച്ചു. വിവരിക്കുന്നില്ല, സുവിശേഷം അറിയിച്ചു. ഇങ്ങനെ തേരിലിരുന്ന് അറിയിച്ചുകൊണ്ടിരിക്കുക. അറിയിച്ച് തേരങ്ങോട്ട് പോയി. അടുത്ത വാക്യം വായിച്ചേ, വായിര്. അവർ ഇങ്ങനെ സുവിശേഷം അറിയിച്ചുകൊണ്ട് വഴി പോകയിൽ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഫിലിപ്പോസിനോട്, വെള്ളം അതിനെ ദാഹിക്കുന്നു. അല്ലല്ല, അതിനെ കുളിക്കണോ? രാവിലെ കുളിച്ചില്ലേ? അല്ലല്ല, എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞാൽ, ശരിക്കും സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. എന്റെ അച്ഛാ, ഇത് ബെന്തിക്കോസുകാർ കണ്ടുപിടിച്ച മാർഗമൊന്നുമല്ല. ഇത് ഒരു സഭക്കാരുടെ മാർഗമല്ല, ഇത് ദൈവം തമ്പുരാൻ വെച്ച നിയമമാ. നീ സ്നാനപ്പെടണം. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുക, യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. സ്തോത്രം. ഇത് ആളെ കൂട്ടാനല്ല, സഭയിൽ ആള് കൂട്ടാനല്ല, കല്യാണം നടത്താനുമല്ല സ്നാനം. വള്ളക്കാലി അപ്പച്ചനെ മുക്കി പൊങ്ങി വന്നപ്പോൾ പുള്ളി ചോദിച്ചു, സൂക്കാടെല്ലാം തീർന്നല്ലോ, ഞാൻ പോവാന്ന്. സൂക്കാട് തീർക്കാനാണോ മുക്കുന്നേ? തിരുമൂലപുരത്ത് ജോർജ് കുട്ടിച്ചാൻ ഒരാളെ മുക്കിയിട്ടപ്പോൾ അവനെ ഉണ്ടായിട്ട് അക്കരയ്ക്ക് അങ്ങ് പോയി. എന്നാൽ അക്കരെ കയറിയപ്പോഴെങ്കിലും പോകുവാന്ന് പറയട്ടെ, മിണ്ടിയില്ല. പിന്നീട് അറിഞ്ഞു അവൻ കണ്ണാട്ടിപ്പുഴ കറിയാച്ചൻ്റെ വീട്ടിൽ കയറി പമ്മിയിരിക്കുക. പിന്നീട് അറിഞ്ഞു ഇച്ചിരി ഇളക്കം ഉണ്ടായിരുന്നു, കല്യാണത്തിന് വേണ്ടി മുക്കിയതാ. അവരെ ഉണ്ടായിട്ട് ഇത് കല്യാണത്തിന് മുങ്ങുന്നതല്ല, സൂക്കാട് തീർക്കാൻ മുങ്ങുന്നതല്ല, ആളെ കൂട്ടാൻ മുക്കുന്നതുമല്ല, പ്രായമുള്ളവരെ മുക്കുന്നതുമല്ല, പിള്ളേരെ മുക്കുന്നതുമല്ല, വിശ്വസിക്കുന്നവരെ മുക്കണം. യേശുക്രിസ്തുവിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് മരിച്ചുവെന്നും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം പാപങ്ങൾ മോചിക്കുമെന്നും യേശുക്രിസ്തു വീണ്ടും വരുമെന്നും ആ കർത്താവിനെ എതിരേൽക്കുവാൻ ഞാൻ ഒരുക്കപ്പെടണം. അതിന് അത്യാവശ്യമാ അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനം. ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞു. സുവിശേഷത്തിൽ സ്നാനമുണ്ട്, അതുകൊണ്ടല്ലേ പറഞ്ഞ സ്നാനപ്പെടണം. അപ്പൊ ശരിക്കും സുവിശേഷം പറഞ്ഞാൽ സ്നാനം നടക്കണം. 3 സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് പോണം. പുള്ളി എന്ത് ചെയ്താ പോകുന്നത് തമ്പുരാന് അറിയാം. അതിനാ പുള്ളിയെ തുപ്പട്ടി ഇറക്കി കാണിച്ചു. തുപ്പട്ടി കൊർന്നല്യോസോടെ പ്രാർത്ഥിക്കുക. പുള്ളിയും എല്ലാവരും പ്രാർത്ഥനക്കാരാ. എന്തെങ്കിലും സ്വഭാവത്തിനൊന്നും അങ്ങനെ ചില എല്ലാ കൊല്ലം 21 ഇരിക്കും, സമാധി ഇരിക്കും പോലെ. ചില പറയത്തില്ലേ, പുള്ളി കൊല്ലം ഇരുന്നു, എന്തിനാണോ ഇങ്ങനെ കഞ്ഞിയും വെള്ളം കുടിക്കാതെ? അയലത്തുകാരനോട് മിണ്ടുകയല്ല, ഒരു സഭയപ്പെട്ടവന് കൈ കൊടുക്കുകയല്ല, സ്വന്തം സഹോദരങ്ങളോട് മിണ്ടുകയല്ല, ചുമ്മാ ഇരിക്കുക. എന്നെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങളും ഇതാക്കിയായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകത്തില്ലെന്ന് തമ്പുരാൻ അറിയാം. അതിനാ തുപ്പട്ടി ഇറക്കി കാണിച്ചു. തുപ്പട്ടി ഒരാൾ വായിച്ചു, തീപ്പെട്ടി കാണിച്ചെന്ന്. ചിലരെ അത് കാണിക്കും, അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ തുപ്പട്ടി കാണിച്ച് സകല ഇടജാതി മൃഗജാതി എല്ലാം കാണിച്ചു. അയ്യോ അറുത്ത് തിന്നാൻ, ഞാൻ മലിനമായതൊന്നും ദൈവം വിശുദ്ധീകരിച്ചതിന് നീ മലിനമെന്നാണെന്നോ? അന്നേരം സൂക്ഷം കൊർന്നല്യോസിന്റെ വീട്ടിൽ നാള് പോയി. കൊർന്നല്യോസ് പറഞ്ഞു, അയ്യോ വന്നത് ഉപകാരം, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പത്രോസ് വാ തുറന്നു. അങ്ങനെ പത്രോസ് നമ്മൾ 2 മണിക്കൂറായി വാ തുറന്നില്ല ഇതുവരെ, ഇനി ഒടുവിൽ തുറക്കാനിരിക്കാം. ഉടനെ ഇറങ്ങി പോവുകയും ചെയ്യും. അതിന് തുറക്കാനിരിക്കുക. ഇതുവരെ ഞാൻ കണ്ട് പലരും ഇതുവരെ തുറന്നില്ലെന്ന്. ഇവരെയൊക്കെ ഇനി എങ്ങനെ ഇനിയും തുറക്കും. ആമ്പലിന്റെ വള്ളി പോലെ
അങ്ങനൊന്നും ഗതികേട് വരാതിരിക്കട്ടെ. നിനക്ക് ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഉപയോഗിച്ചോണം. ഒടിവ് തുറക്കാനിരിക്കരുത്. പത്രോസ് വാ തുറന്ന് തിരുവചനം പറഞ്ഞു. അങ്ങനെ വചനം പറഞ്ഞപ്പോൾ 44-ാമത്തെ വാക്യം വായിച്ചേ. 10:44 പെട്ടെന്ന് വായിക്കും. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് അവർ അന്യഭാഷകളിൽ മതി. സുവിശേഷം കേട്ടാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കും. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. കേട്ടാലുള്ള ഗുണമെന്ന? 1 മാനസാന്തരം, 2 സ്നാനം, 3 അഭിഷേകം. തീർന്നില്ല. 2-ാം അധ്യായം ഒക്കെ എടുക്കണം. ശരിക്കും വചനം പറഞ്ഞാൽ, സുവിശേഷം പറഞ്ഞാൽ വേർപാട് പാലിക്കണം. ഈ വക്രതയും കോട്ടമുള്ള വേർപെട്ടിരിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 14 മുതൽ പിന്നെ വായിച്ചോ. താഴോട്ട് മുഴുവൻ വേർപാട് ഉപദേശമാ. ശരിക്കും വചനം പറഞ്ഞ നാടോടുമ്പോൾ നടുക്കൂടെ കയറി ഓടരുത്. എടാ, പെന്തിക്കോസിന് ഉപദേശമുണ്ട്. ഇത് പ്രമാണമുള്ളതാ. അനുസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, തിരുമേശ കിടക്കണം. ആഴ്ചയിലൊന്നും മാസത്തിലൊന്നുമല്ല, തിരുമേശ കിടക്കണം. അത് മാസത്തിലാണെങ്കിലും വരുമ്പോൾ ഇരിക്കുക ട്രാഫിക് പോലീസിനെ പോലെ. ഞാനൊന്നും വിവരിക്കുന്നില്ല. ഉപദേശമാ വേർപാട്. ലോകത്തോടും പാപത്തോടും ലോക ഇമ്പങ്ങളോടും ആഡംബരങ്ങളോടും ലോകക്കാർ കാണിക്കുന്നൊന്നും കാണിക്കരുത്. വേർപാട് പാലിച്ച് വേണം ജീവിക്കാൻ. ശരിക്കും സുവിശേഷം കേട്ടാൽ ഇതെല്ലാം സംഭവിക്കണം. എടുത്ത വാക്യത്തോടു കൂടെ ഒന്ന് കൂട് പുലർത്താം. എനിക്ക് ഇത്ര ഒന്നും സമയം പോരാ, എന്നാലും ഇത്രയും തന്നല്ലോ. ഈ സെക്ഷനൊക്കെ അതേ പറ്റുള്ളൂ എനിക്കും അറിയാം. അതുകൊണ്ട് ഞാനങ്ങ് ദൈവത്തിന് മഹത്വം. ഇത്ര പോലും തന്നല്ലോ, വലിയ കാര്യം. ദൈവത്തിന് മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ യോഹന്നാന്റെ സുവിശേഷം 6:49-50 വായിച്ചത് എല്ലാം വിവരിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. എന്തിനാ യോഹന്നാൻ ഇത് എഴുതിയത്? യോഹന്നാൻ എഴുതിയതിന്റെ ഉദ്ദേശമുണ്ട്. ചുമ്മാ ഇരുന്ന് എടുത്തറിയാൻ കുറെ അങ്ങനല്ല. എഴുതിയതിന് ഉദ്ദേശം എന്തുവാ? എഴുത്തിന്റെ ഉദ്ദേശം 20:31 വായിച്ചേ. എല്ലാം വായിക്കാൻ നേരമില്ല. 20:31 യോഹന്നാന്റെ സുവിശേഷം. പിന്നെ അതിനല്ലേ 20 ഉള്ളൂ. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നത്. അല്ല, എനിക്ക് എടുത്തറിയാൻ കുറെ പേനായും പേപ്പറും ഉണ്ട്. ഇപ്പൊ വേറെ പണിയൊന്നുമില്ല. എന്നാ കുത്തിയിരുന്ന് യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകണം. അതിനാ ഇത് എഴുതിയത്. സുവിശേഷം എഴുതിയതിനാ. ലേഖനം എഴുതിയത് എന്തിനാ? 5:13 വായിച്ചേ. യോഹന്നാന്റെ 1-ാം ലേഖനം 5:13. എന്തിനാ ലേഖനം എഴുതിയത്? പെട്ടെന്ന് അതാ ഒന്ന് മൈക്ക് കൂടെ വായിച്ചോ. എന്തുവാ? 2 പേരും വർത്താനം പറയാന്നോ? ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. എന്തുവാ ഉണ്ടെന്ന് അറിയണം. സുവിശേഷം എഴുതിയത് യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിച്ച് ആ നിത്യജീവൻ പ്രാപിക്കാനാ. ആ നിത്യജീവൻ ഉണ്ടെന്ന് അറിയണം. അതിനാൽ ലേഖനവും എല്ലാം എടുക്കാൻ നേരമില്ല. സ്തോത്രം. വേറെ പഠിതാക്കൾ ചില പറയുന്നത് ഈ സുവിശേഷത്തിലോട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യത്തെ കയറാനുള്ള പ്രവേശന വാതിൽ 1:12 മെയിൻ വാതിലേ. 1-ന്റെ ഫ്രണ്ട് ഡോറ് 1:12 വായിക്കേ. സമയം പോകുന്നു, അതുകൊണ്ടാ. അവനെ കൈക്കൊണ്ട് അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം. ഇതാണ് ഫ്രണ്ട് ഡോറ്. ഇതിലെ കൂടെ കയറണം. പുറകിലത്തെ ഡോറ 20:30-31. അപ്പൊ ചോദിക്കും നടുക്കത്തെ ഡോറ ഏതാന്ന്? നടുക്കത്തെ ഡോറ 16, 28 എവിടുന്നാ വന്നെന്നും എങ്ങോട്ടാ പോകുന്നെന്നും എന്താണ് അവിടെ എഴുതിയേക്കുന്നത്. അത് നല്ല വാക്യമാണ്. വായിച്ചേ. 16:28. എന്നാൾ ഞാൻ പറഞ്ഞപ്പോൾ ഒരു തള്ള ചോദിച്ചു ആരുടെ 16 ഞാൻ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം. തള്ള കയറി കൊളുത്തി.
ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ഞാൻ പിതാവിന്റെ, യേശു ആരാന്ന തെളിച്ച് പറയുക, പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. അടുത്തത് പിന്നെയും ലോകത്തെ ഇനി പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. എത്ര സുന്ദരമായ വാക്യം! തർക്കമൊന്നും വേണ്ടല്ലോ. എവിടുന്നാ വന്നത്, എന്തിനാ വന്നത്, എങ്ങോട്ടിനി പോകും, എത്ര ക്ലിയറായിട്ടാണ് എഴുതിയേക്കുന്നത്. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗമകൾ വെടിഞ്ഞു, എടയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗമകൾ വെടിഞ്ഞു, എടയ്ക്കു വേണ്ടി യേശു യാഗമായി. കാണാൻ നേരമില്ല. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്നു, ആമേൻ, ഭൂമിയിൽ വന്നു, ശുശ്രൂഷകളെല്ലാം തികച്ചു, അങ്ങോട്ട് പോയി. അതാ യേശു. ആ യേശുവിന്റെ ദൈവത്വമാ യോഹന്നാൻ തെളിയിച്ചിരിക്കുന്നത്. യേശു ദൈവം. ഒത്തിരി അത്ഭുതമൊന്നും തെളിയിച്ച് ഏതാണ്ടെല്ലാം കൂടെ എൻ്റെ സാറേ 7 അത്ഭുതം എങ്ങാണ്ടേ പറഞ്ഞിട്ടുള്ളൂ. 7 യോഹന്നാന്റെ സുവിശേഷത്തിൽ. മറ്റു സുവിശേഷത്തിലൊക്കെ ഒത്തിരി അത്ഭുതമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കടഞ്ഞെടുത്ത് തെരഞ്ഞെടുത്ത 7 എണ്ണം എല്ലാം പറയാൻ നേരമില്ല. ആ 7 എണ്ണം എഴുതി എന്തിനാന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഒത്തിരി ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം. പക്ഷെ 7 എണ്ണം എഴുതി, അടയാളങ്ങള്, അത്ഭുതമൊന്നും കൊടുത്തിട്ടില്ല, മുഴുവൻ അടയാളമാ. ദൈവത്തിന്റെ മഹത്വം ഒന്നും വിവരിക്കുന്നില്ല. യേശു ദൈവമാണെന്ന് തെളിയിക്കുക. 1-ാമത്തെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. 2-ാമത്തെ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം. 3-ാമത്തെ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. 4-ാമത്തെ ആത്മാവാകുന്ന ദൈവം. 5-ാമത്തെ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാമത്തെ ജീവന്റെ അപ്പമായ ദൈവം. ഈ വിഷയം തെളിയിക്കുമ്പോൾ പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഗുരുവാക്യം വായിച്ചത്. അപ്പം സ്തോത്രം, സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പം, ജീവന്റെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ നല്ല പ്രയോഗം, ജീവന്റെ അപ്പം, ലോകത്തിന്റെ വെളിച്ചം, നല്ല ഇടയൻ. എന്ത് നല്ല പ്രയോഗങ്ങളാ യേശുവിനെ പറ്റി. അപ്പോൾ ഇവിടെ ജീവന്റെ അപ്പം. അപ്പൊ ഇവർ ചോദിച്ചു ആ അപ്പമാണോ എന്ന് യഹൂദന്മാര്. അപ്പൊ കർത്താവ് പറഞ്ഞു അത് തിന്നവനല്ല. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്, വായിച്ചേ. ഈ അപ്പം തിന്നുന്നവനെല്ലാം അല്ല, അത് മേളത്തെ അപ്പത്തിന്റെ കാര്യം വായിച്ചേച്ചി. ഈ അപ്പം 49. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് ഗുണം വന്നില്ല. എന്തുവാ? മരിച്ചുവല്ലോ. മന്ന തിന്നവനെല്ലാം മരിച്ചെന്ന് പറയുന്നതിലും കുറച്ചുകൂടെ നല്ലത്, ഞാനൊരു ഭാഷ പറയട്ടെ, മുടിഞ്ഞു പോയെന്ന്. മുടിഞ്ഞ്. ആവർത്തനം 2:13-14 വായിച്ചേ. എന്തായാലും ഞാൻ 5 മിനിറ്റ് കൂടെ എടുക്കുക, അല്ലാതെ ഒക്കുകയല്ല. ക്ഷമാപണത്തോടെ. എന്നാ സാറേ 5 മിനിറ്റ് കൂടെ എടുക്കുക. കാരണം നിങ്ങൾ വായിച്ചതാ. ഇപ്പോൾ എഴുന്നേറ്റ് സേരതോട് കടപ്പീൻ. ഇപ്പോൾ നീട്ടി വായിച്ചോണല്ലേ എല്ലാവരും എഴുന്നേറ്റ് പോകും. ഇപ്പോൾ എഴുന്നേറ്റ് സേരതോട് കടപ്പനെന്ന് കൽപ്പിച്ചതുപോലെ നാം സേരതോട് കടന്നിരിക്കുന്നു. നാം കാദേശ് പറഞ്ഞിരിക്കുന്നത് പുറപ്പെട്ടത് മുതൽ സേരതോട് കടക്കുമ്പോഴുള്ള കാലം 38 സംവത്സരം. അതിനിടയിൽ യോനാക്കളാകുന്ന തലമുറയൊക്കെ അവരോട് യഹോവ സത്യം ചെയ്തതുപോലെ പാളയത്തിൽ വെച്ച് മുടിഞ്ഞുപോയി. അതാ ഞാൻ പറഞ്ഞ മുടിഞ്ഞെന്ന്. ഞാൻ മുടിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർത്ത് കൺവെൻഷൻ ആണോ ഇതൊക്കെ? അതിനാ വാക്യം തന്നത് പുസ്തകത്തിലെ മുടിഞ്ഞെന്ന്. അല്ലേ നിങ്ങൾ പറയും ഞങ്ങളുടെ സെക്ഷൻ്റെ കൺവെൻഷന് വന്ന് അയാൾ പറഞ്ഞു മുടിഞ്ഞെന്ന്. വാക്യവും കൂടെ അങ്ങ് തന്നേക്കാം. അപ്പൊ പിന്നെ എന്റെ ഒങ്ങായിക്ക് പിടിക്കുകയല്ലോ. മുടിഞ്ഞു. ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട് മുടിഞ്ഞെന്ന്. അടുത്ത വാക്യം അവർ മുടിഞ്ഞു തീരും. മതി മുടിഞ്ഞു തീരുന്നത് വരെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ മന്നാ തിന്നവനെല്ലാം മുടിഞ്ഞെന്ന്. പക്ഷെ അതിനിടയ്ക്കും മുടിയാത്ത 2 പേരുണ്ട് കേട്ടോ. ഉണ്ട്, ഒരു ശേഷിപ്പുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാര് മന്നാ തിന്നവര് മരുഭൂമിയിൽ മുടിഞ്ഞു. മുടിയാൻ കാര്യം എന്നാ? ഒത്തിരി ഉണ്ട്. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് 10-ാം അധ്യായത്തിൽ വരുമ്പോൾ 5 കാര്യം പ്രധാനമായിട്ട് 10-1 മുതൽ ഓടിച്ചു വായിച്ചോ. സമയമില്ല, ഓടിച്ചു വായിതേ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻ കീഴിലായിരുന്നു. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും വരെ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും വരെ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പറയുന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. എങ്കിലും അവരെ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അടുത്തത് അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അവരെ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് നാടോട്ട് എല്ലാം വായിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് 5 കൂട്ടം കാര്യം. 1 വിഗ്രഹ സേവ, 2 പരസംഗം, 3 പിറുപിറുപ്പ്, 4 ദൈവത്തെ പരീക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 5-ാമത്തെ ഒരു കാര്യം കൊണ്ടുണ്ട്. എന്തുവാ? ദുർമോഹം.
അതാണല്ലോ വലിയ വിഷയം. എത്ര കിട്ടിയിട്ടും പൂന്താനം പണ്ട് പാടി, അർത്ഥം എത്ര വളരെയുണ്ടാകിലും തൃപ്തിയാകാ മനുഷ്യൻ ഒരു കാലം 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ. അലക്സാർ അധ്യാപകനായതുകൊണ്ട് അറിയാം. അർത്ഥം എത്ര വളരെയുണ്ടാകിലും എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ലല്ലോ, പിന്നെയും കിട്ടണം. ദുർമോഹം, വിഗ്രഹസേവ, പരസംഗം, പിറുപിറുപ്പ് ദൈവത്തെ പരീക്ഷിക്കുന്നു. ഇതെല്ലാം ചെയ്ത് മുടിഞ്ഞു പോയെന്ന് മരുഭൂമിയിൽ. പക്ഷെ അതിന്റെ നടുവിലും മുടിയാത്ത 1-2 പേരുണ്ട്. എല്ലാം വിവരിക്കുന്നില്ല. മുടിയാത്ത ഒരുത്തൻ പറഞ്ഞ കാര്യം നമുക്കറിയാം. സ്തോത്രം, ഇപ്പൊ എനിക്ക് 85 വയസ്സുണ്ട്. സ്തോത്രം. ഈ മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്തല്ല യഹോവ അരുളി ചെയ്തതുപോലെ ഞാൻ മുടിയാതെ വേണ്ട ജീവനോട് തന്നെ വെച്ചിരിക്കുക. അതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? ഞാൻ യഹോവയോട് പറ്റി നിന്നു. ഇന്ന് രാത്രി യേശുവിനോട്, വചനത്തോട്, പ്രമാണത്തോട് പറ്റി നിൽക്കുന്നവൻ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആരും മുടിഞ്ഞു പോകരുത്, ആരും നശിച്ചു പോകരുത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ. അയ്യോ, വേറെ പുസ്തകത്തിലെ തങ്കവാക്യം എന്നാ പറയുന്നത്. 3:16. വേറെ പുസ്തകത്തിലെ തങ്കവാക്യമാ. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ഒരുവൻ യാഗമായി, മുഖത്ത് രോമം പിടിതെടുക്കപ്പെട്ടവനായി, കന്നത്ത് അടിയേറ്റ് കാർക്കിച്ച് തുപ്പലേറ്റ് മുൾക്കിരീടധാരിയായി, അവൻ പരക്കുരിശും ചുമന്നുകൊണ്ട് വീണും വേച്ചും മറച്ചും കാൽവരിയുടെ കൊലമരത്തിൽ 2 പ്രവർത്തിക്കാട് നടുവിൽ ഒരുവൻ നമുക്ക് വേണ്ടി ആളുകളിൽ അവൻ തൂകി ജീവനെ തന്നു. എന്തിനെന്നറിയാമോ? ഞാനും നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കാൻ. അവിടുന്ന് 3-ാം ദിവസം തിരുവെടുത്ത് പറഞ്ഞ പോലെ ഉയർത്ത് ഇന്നും ജീവിക്കുന്നു. എന്തിനാ? വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ. ഇന്ന് രാത്രി യേശുവിനെ വിശ്വസിക്ക്, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. മന്നാൻ എന്ന പലതും മുടിഞ്ഞു പോയി, മരിച്ചു പോയെന്നാ. യോഹന്നാൻ അല്പം കൂടെ മരിച്ചു പോയി. ആവർത്തനത്തിൽ മുടിഞ്ഞെന്നാ. അയ്യോ, മന്നയുണ്ടല്ലോ യേശുക്രിസ്തുവിന് നിഴല. അത് തിന്നാലൊന്നും മുടിയരുത്. മന്ന ക്രിസ്തുവേശുവിന് 1-2 കാര്യം പറയാം. ഈ മന്ന മേളയിൽ നിന്ന് വന്നതാ. ഇപ്പൊ പുതിയ തിയോളജിയന്മാരൊക്കെ പറയുന്നത് മന്ന എന്ന് പറയുന്നത് ഒരു ചെടിയുടെ ഇതാണ്. പിന്നെ അത് ഈ ചില പ്രാണികൾ അത് കഴിച്ചിട്ട് കാഷ്ടിക്കുമ്പോൾ അതിങ്ങനെ എന്നെ ഭ്രാന്തൊക്കെയാന്നു. എടാ, പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്ന സ്വർഗീയ ധാന്യമെന്ന സ്വർഗീയ ധാന്യമെന്ന എല്ലാം ഞാനങ്ങ് അടങ്ങുക. പഠിച്ച് അങ്ങ് പണിക്കരാകുക. അവിടെ കുണ്ടറ പണിക്കരുടെ കാര്യമല്ല പറഞ്ഞേ. ഇത് സ്വർഗീയ ഭോജനമാ. ഈ മന്ന യേശുക്രിസ്തുവിന് നടല. ഇത് ഉയരത്തിൽ നിന്ന് വീണതാ. അവൻ ആകാശത്തിൽ നിന്ന് അപ്പം വർഷിപ്പിച്ചെന്ന എന്ന് പറഞ്ഞാൽ ഇത് യേശുവിന് നടല. ഫിലിപ്പിയാലേഖനം അറിയാമല്ലോ, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായിത്തീർന്ന നസറയനാകുന്ന യേശുക്രിസ്തുവിന്റെ നല്ലതാണ് മന്ന. ഇത് കഴിച്ചാൽ മുടിയരുത്. പ്രൈസ് ദി ലോർഡ്. മാത്രമാണോ മന്ന അതിന്റെ പ്രത്യേകതയുണ്ട്. ഉരുണ്ടിരിക്കുക. പണ്ടുള്ള ഗോലി, കല്ലുവട്ടം എന്നൊക്കെ ഞങ്ങളുടെ അവിടെ പറയും. എന്തിനാ കല്ലുവട്ടം അറിയാൻ മേലെ അമ്മമാർക്കറിയാം. കോഴിക്കട്ട ഉരുണ്ടല്ലേ. സായിപ്പിന് കൊടുത്ത് വെച്ച് പുള്ളി ഓടിച്ചു വെച്ചത് ഇതാരാ ഇത് ചെയ്തെന്ന്. അതിന് അപ്പം അകത്ത് തുറന്നപ്പോൾ ചക്കരയും തേങ്ങ. ഇതെന്തുവാ? അത് ചക്കരയും തേങ്ങ. അപ്പം സായിപ്പിന് അറിയണം ഇതിൻ്റെ ടെക്നിക്ക്. ഈ ചക്കരയും തേങ്ങ ഇതിനകത്ത് ആരാ കയറ്റി? അമ്മയെ ഇഞ്ഞ് വിളിക്കാൻ. അയാൾ അമേരിക്ക പാലം പണിതിട്ട് പോലും ഇത്രയും ബുദ്ധി. കാരണം പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ഇതിനകത്ത് ഒരു വിടവും ഇല്ല ഇതിനകത്ത് കയറ്റാൻ. അപ്പൊ ഇത് നല്ല ഉരുണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പറയാം. ഉരുണ്ടിരിക്കുക എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഇതിനകത്ത് മുട്ടോ മുഴയോ തട്ടോ തടവോ ഒന്നുമില്ല. ഉരുണ്ടിരിക്കുക. ഒരു സ്ഥലത്തും ഒരു അപാകത. ഇവിടെ നിന്ന് നോക്കിയാലും കുഴപ്പമില്ല, താഴെ നിന്ന് മേളിലോട്ട് നോക്കിയിട്ട് കുഴപ്പമില്ല, സൈഡിൽ നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ യാതൊരു ഊനമില്ലാത്തവൻ, യാതൊരു പാപമില്ലാത്തവൻ, കളങ്കമില്ലാത്തവൻ, ആർക്കും ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത പരമവിശുദ്ധനാണ് ക്രിസ്തു. അല്ല ഈ മന്ന. ഒരു കാര്യമോടെ പറഞ്ഞങ്ങ് നിർത്താം, അതേ ഒക്കുള്ളു. മന്ന തപ്പി ദൂരോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും ഒന്നും പോകണ്ട, വാതുക്കെ കിടപ്പുണ്ട്. വചനം നിന്റെ സമീപത്താ, വചനം നിന്റെ വാതുക്കലാ.
റോമാലേഖനം 10:8 മുതൽ വായിച്ചു. സ്തോത്രം. വചനം സമീപത്താ. വായിച്ചങ്ങ് നിർത്താതെ ഒക്കുവുള്ളൂ. വായിര് 10:8 പെട്ടെന്ന് വായിച്ചു. 10:8 പെട്ടെന്ന് വായിര്. ഇപ്പറേ ഇരിക്കുന്ന സഹോദരിക്ക് കുറച്ചുകൂടെ പവറുണ്ട് വായിക്കാൻ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. ഏതാ വായിക്കുന്നേ? എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി. വചനം നിനക്ക് സമീപമായി. നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അയ്യോ, സമീപത്തിരിക്കുക. അതിരാവിലെ കൂടാരവാതിൽ തുറന്നു ചെല്ലുമ്പോൾ വാതുക്കൽ മന്ന, വെറും മന്നയല്ല, മഞ്ഞിൽ പൊതിഞ്ഞ മന്ന. മഞ്ഞ് ഈ തിരുവെടുത്തിന്റെ ചില ഭാഗമൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ എല്ലായിടത്തും അല്ലെങ്കിലും മഞ്ഞെന്നുള്ളത് പരിശുദ്ധാത്മാവിന് നിഴലായിട്ടൊക്കെ. നിഴലും പ്രതിരൂപ സ്വരൂപമാണല്ലോ. എല്ലാ മഞ്ഞും പരിശുദ്ധാത്മാവല്ല. മൂന്നാറിൽ പോയിച്ചു മുഴുവൻ പരിശുദ്ധാത്മാവാന്ന് പറയരുത്. വെളുപ്പിനെ തിണ്ണേ വന്നിരുന്നു വെച്ച് പരിശുദ്ധാത്മാവാന്നല്ലേ ഇന്ന് മുഴുവൻ. വേറെ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ വ്യാഖ്യാനിച്ച് പഠിക്കുമ്പോൾ ചിലരും പരിശുദ്ധാത്മാവാ. അങ്ങനെയെങ്കിൽ മഞ്ഞി പൊതിഞ്ഞ മന്ന ക്രിസ്തു. അതിനാ പറയുക. 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ വന്നപ്പോൾ നസറേത്ത് വന്ന് മറിയത്തോട് പറഞ്ഞു, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോവാ. അയ്യോ, പുരുഷനെ അറിയാം. പുരുഷനൊന്നുമല്ല, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. സ്തോത്രം. പരിശുദ്ധാത്മാവ് അതിനാൽ ഉൽപ്പാദിതമാകും. ഗൂഢമായിട്ട് ഉപേക്ഷിക്കാൻ യോസേപ്പ് ചിന്തിച്ചിരുന്നപ്പോൾ മത്തായി വായിക്കുന്നത് ഉപേക്ഷിക്കരുത്, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവില്ല. അല്ല, മഞ്ഞിൽ പുതഞ്ഞ മന്ന വാതുക്ക കിടപ്പുണ്ട്. രക്ഷ നിന്റെ സമീപത്താണ്. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന്, കേൾക്കുന്ന ഇടത്തിരുന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്ക്, യേശുവേ എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള നസറയൻ വന്നിട്ടുണ്ട്. മരുഭൂമിയിലെ മന്നാ തിന്നവൻ മുടിഞ്ഞു പോയപ്പോൾ ജീവന്റെ അപ്പമാകുന്ന യേശുവിനെ ഭക്ഷിച്ചാൽ നിത്യജീവൻ നിനക്കുണ്ടാകും. നിത്യജീവൻ ഉണ്ടാകും. ആ നിത്യജീവൻ തരുവാൻ അവിടുന്ന് വന്നത്. ആ കർത്താവിനെ ഉണ്മയോടെ സേവിക്കുവാൻ, ആരാധിക്കുവാൻ ദൈവം നമുക്കെല്ലാം കൃപ നൽകട്ടെ.